ഖുർആനെ കുറിച്ച് എന്താ ഫസ്റ്റ് തന്നെ പറഞ്ഞു? ഖുർആനിലെ ബഖറയുടെ തുടക്കത്തിൽ എന്താ പറഞ്ഞു? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ. ഇതിലൊരു സംശയമില്ല. ഈ ഖുർആനിലൊരു സംശയമില്ല. ബാക്കി ഏത് ബുക്കാണെങ്കിലും ഇപ്പം നിങ്ങൾ സയൻസൊക്കെ പഠിക്കണില്ലേ, ഇതിൽ കുറേ നിയമങ്ങളൊക്കെ പഠിക്കണില്ലേ, അത് ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ എന്താവും? മാറും. പണ്ട് ആരോ പറഞ്ഞു ഭൂമി പിന്നെ പരന്നതാണ്, പിന്നെയാണെന്ന് കണ്ടെത്തിയ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തി, അല്ലേ? അതിങ്ങനെ ഓരോരുത്തർ കണ്ടെത്തുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇത് ഒരിക്കലും ഖുർആൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് എന്ത്? അത് പ്രവാചകന്റെ മോചിതത്താണ്. മാത്രമല്ല അൽ മുതഅബ്ബദു ബിതിലാവത്തിഹി. ഖുർആനെ പറ്റി പറയും. എന്താ മുതഅബ്ബദു ബിതിലാവത്തി? വെറുതെ നിങ്ങൾ ഓതിയാൽ അതിന് കൂലിയിട്ടു. വെറുതെ ഓതിയാൽ കൂലിയിട്ടു. അങ്ങനത്തെ വേറെ എന്തെങ്കിലും സാധനം മുമ്പിലുണ്ടോ? ഏത് ബുക്ക് നിങ്ങൾ പറഞ്ഞു, സ്കൂളത്തെ പുസ്തകം വായിച്ചാൽ കൂലിയിട്ടു. അതിനൊരു കാര്യം നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയാൽ എന്ത്? അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. ഖുർആനല്ലാത്ത വേറെ ഹദീസുകളായിക്കോട്ടെ, ബാക്കി എന്താ അത് നിങ്ങൾ ഓതിയാൽ കൂലിട്ടു കിട്ടുമോ? എന്തായിട്ടാ അത് നമുക്ക് വായിച്ച് മനസ്സിലായാൽ ആ കാര്യം അമൽ ചെയ്ത് നമുക്ക് പ്രതിഫലം. പക്ഷെ ഖുർആൻ എങ്ങനെയാണോ? ഖുർആൻ നിങ്ങളൊരു ഹർഫ് ഓതിയാൽ നിങ്ങൾക്ക് 10 നന്മ, 10 നന്മ. അപ്പം റസൂലുള്ളാഹി ഹദീസിൽ തന്നെ പറയുന്നുണ്ട് അലിഫ് ലാം മീം, അലിഫ് ലാം മീം. ഇതൊരൊറ്റ ഹർഫല്ലോ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത്. എന്നിട്ട് പറയാണ് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അപ്പം ഈ 3 ഹർഫുകൾ ഓതുമ്പോൾ എത്ര കിട്ടി? ഒരു ഹർഫിന് എത്ര? 10 നന്മ, 20, 30 നന്മ കിട്ടി. ഒരു വരിയിൽ എത്ര വേർഡുണ്ട്? ഒരു വരിയിൽ ഏകദേശം എത്ര വേർഡ് ഉണ്ടാവും? നിങ്ങൾ എണ്ണി നോക്കുന്നതിന് ഒന്ന് എണ്ണി നോക്കണേ. ഒരു വരിയിൽ ഏകദേശം എത്ര വേർഡ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കണേ. ഒരു പേജിൽ എത്ര വരിയുണ്ട്? 15 വരി. അപ്പോൾ ഒരു വരിയിലെ വേർഡിനെ നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര നന്മകളായി? ഓരോ ഹർഫിന് വെച്ച് കൊട്ടുമ്പോൾ ഇതിപ്പോൾ തിരിയോ? എത്ര കൊല്ലങ്ങൾ ഖുർആൻ പഠിച്ചിട്ട് ഒരു നഷ്ടം നിങ്ങൾക്ക് വരാൻ? 5 വർഷത്തൊട്ട് 6 വർഷത്തൊട്ടെ ഒരു നഷ്ടം നിങ്ങൾക്ക് വരാൻ പറ്റില്ല. ലാഭം മാത്രമുള്ളൂ. ആൾക്കാർ പറയും കുറേ കാലമല്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, അങ്ങനെയൊക്കെ പറയും. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോവാണോ അത്രത്തോളം ഗുണകരമാണ് നമുക്ക്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, നമ്മൾ മുമ്പ് പഠിപ്പിച്ച കുട്ടിയാണ് ഒരു സ്ഥാപനത്തിൽ. 2 വർഷമായി ഖുർആൻ പഠിക്കണം. അവൻ്റെ പാഠങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അവന് വേണ്ട രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. മോൻ്റെ ഉമ്മൊക്കെ ഭയങ്കര പരാതി. എന്താ പറഞ്ഞേ? ഞാൻ 2 വർഷം വേസ്റ്റ് ആക്കിയില്ലടാ. ആരോട്? മോൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു. സ്കൂളിലും പോവാതെ സ്കൂളിലെങ്കിൽ ഇവിടുന്ന് പഠിച്ചിട്ട് 2 വർഷം നീ വേസ്റ്റ് ആക്കില്ല. അപ്പോൾ ആ മകൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഉമ്മ, എൻ്റെ 2 വർഷം ഞാൻ എന്താക്കിയതല്ല, വേസ്റ്റാക്കിയതല്ല. ഏറ്റവും കൂടുതൽ നന്മകൾ ഞാനാണ് വാരിക്കൂട്ടി. കാരണം അത്രക്ക് ഞാൻ ഓരോ പാഠങ്ങളും റിപ്പീറ്റ് ചെയ്ത് ഓതിയിട്ടുണ്ട്. നിങ്ങൾ പുതിയ പാഠമായിട്ടും ജുസു പാഠമായിട്ടും പഴയ പാഠമായിട്ടും എത്ര ഓതുന്നുണ്ട് അല്ലേ? ഇതൊക്കെ കൂട്ടി നോക്കിയാൽ നിങ്ങൾ നാളെ എവിടെ വെക്കും നിങ്ങൾക്ക് കിട്ടുന്ന നന്മ? നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന നന്മകൾ എവിടെ വെക്കും? സ്ഥലം ഉണ്ടാവുമോ? നിങ്ങളിത് സമ്പാദിച്ച് കൂട്ടുന്ന സമയത്ത് പുറത്ത് കുറേ ആളുകളുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടോ? ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രവർത്തനം. സുബ്ഹാനല്ലാഹ്. ഇതിൻ്റെ വില നമുക്ക് ഇപ്പം തിരിയില്ല മക്കളെ, ഇപ്പം തിരിയില്ല. നമ്മൾ ആഖിറത്തിലെത്തുമ്പം ഈ പ്രതിഫലം നമുക്ക് അനുഭവിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ, പടച്ചോൻ അത് നമ്മളുടെ മുന്നിൽ കാണിച്ചു തരുമ്പോൾ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, എൻ്റെ മഹത്വം മനസ്സിലാവും. പടച്ചോനെ, അങ്ങനെ ആണെങ്കിൽ ഞാൻ കളിച്ച സമയം, അല്ലെങ്കിൽ ഞാൻ വർത്താനം പറഞ്ഞ സമയം, ഞാൻ ഉറങ്ങിയ സമയം, അതൊക്കെ എന്താക്കാമായിരുന്നു? എനിക്ക് ഓതാമായിരുന്നു എന്ന് നമ്മൾ എന്താക്കി പോവും? ചിന്തിച്ചു പോവും. അതൊക്കെ ഓതിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഖുർആൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക, നന്നായി ഓതി റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഓർമ്മ വെക്കുക. മനസ്സിലായല്ലേ? നമുക്ക് ഭൂമിയിലും നാളെ ആഖിറത്തിലും കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഹാഫിള് എന്നുള്ള ആ ഒരു. നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്.
ഖുർആൻ പഠിക്കുമ്പം ഒരിക്കൽ പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു സഹാബി സഅദ് ബിൻ ഹിഷാം എന്നു പേരുള്ള ഒരു സഹാബി, ആ സഹാബി മദീനത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു, ഇവിടെ ഏറ്റവും കൂടുതൽ അറിവുള്ള പണ്ഡിതൻ ആരാണെന്ന് ചോദിച്ചു. അപ്പം അന്നത്തെ വലിയ പണ്ഡിതന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ആര് ഇബ്നു അബ്ബാസ്. അങ്ങനെ അയാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, റസൂലുള്ളാഹിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, റസൂലുള്ളാഹിൻ്റെ സ്വഭാവം അതിനെപ്പറ്റി എനിക്ക്. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ എന്നെക്കാൾ നല്ലത് ആരാണ്? ആയിഷ ബീവിയാണ്. ആരാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ ഈ സഹാബി ആയിഷ ബീവിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ ഉമ്മൽ മുഅ്മിനീൻ, യാ ഉമ്മൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മേ, അംബിഇനി അൻ ഖുലുഖി റസൂലില്ലാഹ്, റസൂലുള്ളാഹിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ കാലത്ത് ആയിഷ ബീവി ചോദിക്കുകയാണ്, അലസ്ത തഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ ഓതാറില്ലേ എന്ന് ചോദിച്ചു. ആരോട്? ഈ സഹാബിനോട്. ബല, അതെ ഞാൻ ഖുർആൻ ഓതാറുണ്ട് എന്ന് പറഞ്ഞു. കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം എന്തായിരുന്നു? ഖുർആൻ. എന്താ എൻ്റെ അർത്ഥം? പ്രവാചകന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞോ? ഖുർആനിലുള്ളത് പ്രവർത്തിക്കുക അല്ലേ? പ്രവാചകൻ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹുവിൻ്റെ കലാമ് നമുക്ക് ജീവിച്ച് കാണിച്ചു തരാൻ വന്നതാണ് ആര്? പ്രവാചകൻ ചെയ്യുക. ഖുർആനിലൊരു കാര്യം പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം? ഒരു ഉദാഹരണം നോക്കുക. ഖുർആനിൽ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? അഖീമുസ്സലാ വ ആത്തുസ് സക്കാ. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടില്ല അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പക്ഷേ ഖുർആൻ നിങ്ങൾ സുബഹി അല്ലെങ്കിൽ പിന്നെ ഓരോ വക്തിൻ്റെ പേരെടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഇത്ര വക്താണ് നിസ്കരിക്കേണ്ടതെന്ന് പറയുകയും കണ്ടിട്ടുണ്ട് ഇല്ല. ഖുർആൻ പരിധിയാലും നമുക്കതൊരിക്കലും കാണാൻ സാധിക്കൂല. എന്ത് ഇഷ, സുബൈ, മഗ്രിബ്, വേർഡുകളുണ്ട്, പക്ഷേ അത് ആ വക്ത് തിരിച്ചുള്ള നിസ്കാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ എന്താ പറഞ്ഞ മൊത്തമായിട്ട് നിസ്കാരം നിങ്ങൾ നിലനിർത്തുക. പക്ഷെ അത് രാവിലെ ആകുമ്പോൾ സുബൈ, ഉച്ചക്ക് ളുഹർ, വൈകുന്നേരം അസ്റാന്ന് ഇവിടെ പറയുന്നില്ല. ഖുർആനിൽ ആകെ 3 വക്തിനെ കുറിച്ച് പറയുന്നു. ബാക്കി പ്രവാചകനാണ് നമുക്കത് കാണിച്ചത് അല്ലേ? ആ ഒരു പ്രവാചകൻ ഖുർആന്റെ പതിപ്പായിരുന്ന ആര്? പ്രവാചകൻ. അതാണ് കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഖുർആൻ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ചെയ്യും. ഖുർആൻ ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ ചെയ്യും. അങ്ങനെ പ്രവാചകന്റെ സ്വഭാവങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പം ഒരുപാട് സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമതായിട്ട് പ്രവാചകന്റെ ഏറ്റവും ഉന്നതമായൊരു സ്വഭാവമായിരുന്നു സാദിഖായിരുന്നു, സത്യസന്ധനായിരുന്നു. സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം മാത്രമേ പറയുള്ളൂ. നമ്മൾ ഖുർആന്റെ ആളുകളല്ലേ, ഖുർആൻ പഠിക്കുന്ന ആളുകളല്ലേ. അപ്പം നമുക്കും സ്വാഭാവികമായിട്ട് എന്തുണ്ടാവണം? പ്രവാചകൻ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുമാണ്. വേറെ ഓരോ ഹദീസുകൾ കേട്ടെന്ന് അറിയില്ല, ഖുർആൻ പഠിച്ച് അത് മറന്നുപോയി, അതനുസരിച്ച് അമൽ ചെയ്തില്ല, അതിൻ്റെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾപ്പിക്കുന്നില്ല, ഞാൻ മനസ്സിലായില്ലേ? അതിലേക്കും നമ്മൾ നിൽക്കരുത്. ഖുർആൻ നമ്മൾ പഠിച്ചു, മറന്നുപോയി, കുറ്റം കിട്ടൂലേ? നമ്മൾ കൃത്യമായി ദൗറ ചെയ്ത് ഓതിക്കൊണ്ട് പോലും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഒരു പരിധി വരെ ദൗറ കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും, എന്തായാലും കിട്ടും. നമ്മൾ അതിനു വേണ്ടി സമയം കൊടുത്താൽ കിട്ടും. പിന്നെ എത്ര പഠിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്, അത് ആത്മാർത്ഥമാണെങ്കിൽ അവനും അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും. ശിക്ഷ ഒരിക്കലും ഉണ്ടാവില്ല. ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കാൻ. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഉണ്ടായ ഗുണങ്ങൾ ആർക്കുമാണ്? അതാണ് ഖുർആന്റെ ആള്, ഖുർആൻ പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആനിൽ എന്താ പറഞ്ഞ? ഞാൻ ഓതിയില്ല നേരത്തെ, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും മഹത്തരമായ സ്വഭാവത്തിനുടമയാണ് അങ്ങ്, ഏറ്റവും നല്ല സ്വഭാവം. അത്രക്ക് നല്ലൊരു സ്വഭാവം
മറ്റൊരാൾക്ക് ഇല്ല. ഏത് വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും അത്രക്ക് നല്ല ഒരു സ്വഭാവം മറ്റൊരാൾക്ക്. അപ്പം അതേ സ്വഭാവങ്ങൾ ആരുടെ ജീവിതത്തിൽ ഉണ്ടാവണം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്നാലേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിളിച്ച് കയറിപ്പോകാൻ പറയില്ലേ, ആ ഒരു കൂട്ടത്തിൽ വേണം. അതിലൊരു കാര്യം പ്രത്യേകിച്ച് വരണ്ടേ, ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും എന്ന് പറയും. ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് സാഹിബുൽ ഖുർആൻ. പഠിച്ച് അത് തിരിഞ്ഞു വെക്കില്ല, പിന്നെ തോന്നിയ മാതിരി ജീവിച്ചവൻ സാഹിബുൽ ഖുർആൻ ആവും. അവൻ ആപ്പിളുൽ ഖുർആൻ ആവും. എന്ത് ആപ്പിളുൽ ഖുർആൻ? എന്ത് ഹാഫിലാണോ? ആപ്പിളുൽ ഖുർആൻ. ഖുർആൻ മനപ്പാടാക്കി. എന്തോ ഒരു സ്കൂളത്തെ ഒരു സാധനം പഠിക്കണ മനപ്പാടാക്കി. ഓന് സനതും കിട്ടി, 2 മൊമെന്റോയും കിട്ടി. അങ്ങോണ്ട് പോയി. അതുകൊണ്ട് കാര്യമുണ്ട ഇല്ല. അതിന് നമ്മൾ പഠിക്കുക, അർത്ഥം പഠിക്കുക, ആശയം പഠിക്കുക, മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. അതാണ് നമ്മളുടെ ഒരു. അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ, പ്രവാചകൻ ഉണ്ടായിരുന്ന ഒരുപാട് ഗുണങ്ങളാണ്. റസൂലുള്ള ആദ്യമായിട്ട് പുറത്തിറങ്ങി ദഅവത്ത് ചെയ്യൂല. അവിടെ വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു ദഅവത്ത്. വഅൻദിർ അശീറത്തക്കൽ അഖറബീൻ. ആയത്തേത് സൂറത്തിലാ? അൻദിർ അശീറത്തക്കൽ അഖറബീൻ, ശുറ. ആ ആയത്തോടു കൂടിയാണ് പരസ്യമായിട്ടുള്ള പ്രബോധനത്തിന് പ്രവാചകനാകാനും. അപ്പോൾ പ്രവാചകൻ സഫ കുന്നിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ മലയുടെ പിറകിൽ നിന്ന് ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അബൂജഹൽ അടക്കമുള്ള ആളുകൾ എന്ത് പറഞ്ഞു? ഓ, നിങ്ങൾ ഭയങ്കര സത്യസന്ധനല്ലേ. ശത്രുക്കളായി പറയണേ, കുറേശികളായി പറഞ്ഞേ, നിങ്ങൾ ഭയങ്കര സത്യസന്ധനല്ലേ, ഇതുവരെ നിങ്ങൾ നിന്ന് സത്യസന്ധതയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് പരിചയമില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. എന്നാൽ അതിനേക്കാൾ ഗൗരവമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നിട്ട് എന്താ പറഞ്ഞേ? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങൾ എന്താക്കും? വിജയിക്കുമെന്ന്. അപ്പോൾ കോലം മാറി. അപ്പോഴാണ് അബൂജഹൽ അബൂലഹബ് എന്താ പറഞ്ഞ്? തബ്ബൻ ലക് അലിഹാദാ ജമാഅത്തന, നിനക്ക് നാശമുണ്ടാകട്ടെ, ഇതിനാണ് നീ ഞങ്ങളവിടെ ഒരുമിച്ച് കൂട്ടി. അപ്പൊ അല്ലാഹ് ആയത്തിറക്കി, അതാ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, അബൂലഹബിന്റെ 2 കരങ്ങളും നശിച്ചു പോട്ടെ. അപ്പൊ ഈ ആയത്തിറങ്ങിയപ്പം അബൂജഹല് ഭയങ്കര കളിയാക്കി. ഞാനിങ്ങനെ എനിക്ക് നല്ല സമ്പത്തുണ്ട്, എനിക്ക് മക്കളുണ്ട്, ഞാനങ്ങനെ ഒന്നും നശിച്ചു പോവില്ല എന്ന് വാശി പിടിച്ചു. 1 വർഷം കഴിഞ്ഞു, ഒന്നും പറ്റില്ല. 2 വർഷം കഴിഞ്ഞു, ഒന്നും പറ്റില്ല. 3 വർഷം കഴിഞ്ഞു, ഒന്നും പറ്റില്ല. 4 വർഷം കഴിഞ്ഞു, ഒന്നും പറ്റില്ല. 10 വർഷം കഴിഞ്ഞു. അങ്ങനെ 10 വർഷം കഴിഞ്ഞപ്പോഴാണ് അബൂലഹബിൻ്റെ കൈക്ക് ഒരു മുറി വരുന്നത്. കൈക്കാണെന്നും കാലിനാണെന്നും 2 റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ആ ഒരു മുറി വന്നിട്ട് അത് ജീർണിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വ്യാപിച്ചു, ശരീരം മൊത്തം. എത്രത്തോളം എന്ന് വെച്ചാൽ തൻ്റെ മക്കളും കുടുംബക്കാരും അദ്ദേഹത്തെ ഒരു റൂമിലിട്ട് പൂട്ടി. എന്താ മാറ്റം? ഇങ്ങനെ ഉണ്ടാവും ശരീരത്തിൽ നിന്ന് ഈ ചലവും ഇതൊക്കെ ദ്രാവകങ്ങൾ ഇങ്ങനെ ഒലിച്ച് നടക്കുമ്പോൾ ഇഷ്ടപ്പെടാരെങ്കിലും? ഒരു മോശമായ മണല്ലേ? അങ്ങനെ ജീർണിച്ചിങ്ങനെ ഒഴുകുന്ന ചലവും രക്തവും നിറഞ്ഞ റൂമിലിട്ട് പൂട്ടി. അങ്ങനെ റൂമിലിട്ട് പൂട്ടിയിട്ട് അപ്പോഴും പുറത്തേക്ക് മണം തന്നെയാണ്. അപ്പോൾ ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ച് കുടുംബക്കാർ ഇദ്ദേഹത്തെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ട്, ഉമ്മു ജമീല പോലും ഇദ്ദേഹത്തെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ലാസ്റ്റ് പക്ഷിപറവജാതികൾ കൊത്തിവലിക്കുന്ന, ആർക്കും വേണ്ടാതെ വിദൂരമായ സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ടിട്ടു. എന്തായിപ്പോയി, അദ്ദേഹത്തിന്റെ മയ്യത്ത് എന്തായിപ്പോയി എന്ന് പോലും അറിയാം. അതാണെന്ത്? തബ്ബൻ ലക്. മനസ്സിലായ? തബ്ബത് യദാ, 2 കരങ്ങളും നശിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ ആശയം. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ റസൂലുള്ളാഹിന്റെ സത്യസന്ധത ആരംഗീകരിച്ചു? ശത്രുക്കൾ പോലും അംഗീകരിച്ചു. അതുപോലെ നമ്മൾ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തും.
ഒരു ഹദീസ് നിങ്ങൾ കേട്ടു, ഖുലിൽ ഹഖ്ക വലൗ കാന മുർറൻ. കേട്ടണോ? എന്താ അർത്ഥം? ഖുലിൽ ഹഖ്ക വലൗ കാന മുർറൻ, കൈപ്പേറിയതാണെങ്കിലും സത്യം മാത്രം പറയാം. കൈപ്പേറിയ എന്താ? ഇപ്പൊ ഞാൻ കളവ് പറഞ്ഞു, ഒരു കളവ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഉസ്താദിന്റെ അടുത്ത് നിങ്ങൾക്ക് അടി ഉറപ്പാ, അടി ഉറപ്പാ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ? ഇവിടെ എനിക്കൊരടി കിട്ടിയാലും കുഴപ്പമില്ല, ഞാൻ സത്യം പറയുള്ളൂ. ഉമ്മൻ്റെ അടുത്തുനിന്ന് വാപ്പൻ്റെ അടുത്തുനിന്ന് എനിക്ക് ചീത്ത കേൾക്കും, ഉറപ്പാ. അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തുനിന്ന് എന്നെ ചീത്ത കേൾക്കും, അല്ലെങ്കിൽ ഞാൻ ആളുകളുടെ മുന്നിൽ വഷളാവും, ഉറപ്പാ. സത്യം കളവ് പറഞ്ഞാൽ, കളവ് പറഞ്ഞില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എന്താവും? വഷളാവും. കളവ് പറഞ്ഞാൽ രക്ഷപ്പെടും, കഴിച്ചിലാവും. ആ ഒരു സമയത്ത്, അത്ര ത്യാഗമുള്ള സമയത്ത് പോലും നമ്മൾ എന്ത് പറയണം? സത്യം. ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കളവ് ഉണ്ടാവരുത്. അല്ലേ? ഹഫീദുകൾക്ക്, ഖുർആന്റെ അഹ്ലുകാർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഗുണമാണ് ജീവിതത്തിൽ. ഒരിക്കലും റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്ന ഗുണങ്ങളിൽ എണ്ണിപ്പറഞ്ഞ ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് വിനയാണ്. വിനയം. നമ്മളൊക്കെ ആരാണ്? അള്ളാഹുവിൻ്റെ അടിമകളാണ്. പ്രവാചകന്റെ വിനയം, പ്രവാചകന്റെ വിനയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സഹാബാക്കളുടെ കൂട്ടത്തിലിരിക്കും. കാന യജ്ലിസു ബൈന ലഹ്റൈ അസ്ഹാബിഹി ഫയജിഉൽ ഗരീബു ഫലാ യദഹം. വേറെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ ആരാണെന്ന് പ്രവാചകന് പോലും മനസ്സിലാവില്ല. ആരാ ശരിക്കും പ്രവാചകൻ? ലോകത്തിന്റെ നായകനല്ലേ? മക്കയുടെ ഭരണാധികാരിയല്ലേ? മദീനയുടെ ഭരണാധികാരിയല്ലേ? മുസ്ലിങ്ങളുടെ നേതാവല്ലേ? ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ കുറെ ആളുകൾ പള്ളിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പ്രവാചകനെ തിരിച്ചണങ്ങി ചോദിക്കണം, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ്? അത്രക്ക് പ്രവാചകൻ എന്താക്കൂല, അവിടെ തിരിച്ചറിയില്ലായിരുന്നു. അത്രക്ക് വിനയത്തോടെ ആയിരുന്നു പരിശുദ്ധ ഖുർആൻ, അല്ല പ്രവാചകൻ ജീവിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ട്, എന്താ? വലാ തംശി ഫിൽ അർളി മറഹ. എന്താ? ഏത് സൂറത്തിലാ? വലാ തംശി ഫിൽ അർളി മറഹ. പിന്നെ പറയും ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. നീ അഹങ്കാരം കാട്ടി ഈ ഭൂമിയിൽ നടക്കൊന്നും വേണ്ട. എന്താ പറഞ്ഞേ? ഖുറാന്റെ സ്വഭാവം ഞാൻ പറഞ്ഞിട്ടാ. കാന ഖുലുഖുൽ ഖുർആൻ പറഞ്ഞില്ലേ, പ്രവാചകനുണ്ടായ ആ സ്വഭാവം. എന്താ പറഞ്ഞേ? നീ വലിയ വമ്പും കാട്ടി ഭൂമിയിൽ കൂടി എങ്ങനെ അഹങ്കരിച്ച് നടക്കണ്ട. ഇന്നക ലൻ തഖ്രിഖൽ അർള, നീ എത്ര നടന്നാലും ഭൂമിയെ പിളർത്താൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. വലൻ തബ്ലുഗൽ ജിബാല തൂല, ഉയർന്നു ഉയർന്ന് വലിയ ആളായി എന്ന് വിചാരിച്ച് പൊന്തി പൊന്തി പർവ്വതങ്ങളോളം ഉയരാനും നിനക്ക് സാധിക്കില്ല. നേരിട്ട് പറയില്ല അള്ളാഹ് നമ്മളോട്, വലിയ അഹങ്കരിച്ച് നടക്കണ്ട. ഭൂമിന്റെ മുകളിൽ ഞാനും ഇവിടെ ഉള്ളൂ, ഞാനാണ് ഇവിടുത്തെ ആള്, ബാക്കിയൊക്കെ എൻ്റെ താഴെ. വാചകം പറഞ്ഞിട്ടുണ്ട് എന്ത്? ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ചെറിയൊരു അഹങ്കാരം എൻ്റെ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അവനെന്താക്കൂല, പോല. ഇനിയിപ്പോൾ ഹാഫിളാണെങ്കിലും ഈ സ്വഭാവമാണെങ്കിൽ പോകയോ? ഹാഫിളായി, അവൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവൻ്റെ പേരിന് മുന്നേ ആളുകൾ ഹാഫിളാണ്, നാട്ടിലവന് മൊമെന്റം കൊടുത്തിട്ടുണ്ട്, അവന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷെ അവൻ്റെ സ്വഭാവം അതാണെങ്കിലോ കയ്യോ പോകയോ? ഈ ഇത്ര വർത്തക്കൊക്കെ ഉണ്ടാവോ? സ്വർഗത്ത് പോകാൻ പറ്റില്ല. അപ്പൊ കിബർ എന്താന്ന് നിങ്ങൾ ചോദിക്കും. എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാൽ? നല്ല വസ്ത്രമിട്ട് ഇങ്ങനെ നല്ല ചെരുപ്പിട്ട് നടക്കൽ കിബറാണോ? അല്ല, അത് ഭംഗിയാണ്, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. കിബർ എന്ന് പറഞ്ഞാൽ ബത്തിറുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തെ പുച്ഛിക്കുക. ഉദാഹരണത്തിന് ഒരു സത്യമായ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. നിങ്ങളെ കൂട്ടത്തിൽ മുതിർന്ന ഒരാള് നിന്ന് വെള്ളം കുടിക്കുക. അപ്പൊ ചെറിയൊരു ചെങ്ങായി വന്ന് നിങ്ങളോട് പറഞ്ഞ്, കാക്ക നിന്ന് വെള്ളം കുടിക്കല്ലേ, റസൂലുള്ളാഹിന്റെ സുന്നത്തല്ല, എതിരാണ് പറഞ്ഞു. അപ്പൊ ഓമനിക്ക് പോടായിരുന്നു, ഇയാര എന്നെ പഠിപ്പിക്കാൻ, ഇയാര ഇന്നെ പഠിപ്പിക്കാൻ, അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ ഇടയിൽ നടക്കുന്ന സംഗതിയല്ലേ, ഇയാര ഇന്നെ പഠിപ്പിക്കാൻ. അത് അഹങ്കാരം. അഹങ്കാരം. വഗംതുന്നാസ്, ജനങ്ങളെ പുച്ഛിക്കുക. ഒരാളെന്തോ വലിയ തെറ്റൊക്കെ ചെയ്യാം, മോശമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സാധാരണ ഒരാള് വന്നിട്ട് പറഞ്ഞു, എടാ ചെയ്യണ്ട, അത് തെറ്റാണ് പറഞ്ഞു. ഇതൊന്ന് പോചനയാണ്, ഇതൊക്കെ വലിയ മുൻഗണനല്ലേ. അവനെ പുച്ഛിക്കുക, സത്യത്തെ പുച്ഛിക്കുക,
മറ്റുള്ളവരെ നിസാരവൽക്കരിക്കുക. അതാണ് എന്ത്? കിബർ. അതുള്ളവൻ എന്തില്ല? സ്വർഗത്തിലേക്ക് നോ അഡ്മിഷൻ. നോ അഡ്മിഷൻ. അവൻ എന്തായിട്ട് എന്ത് ആപ്പിളായിട്ടും കാര്യമില്ല, അവൻ നോ അഡ്മിഷനാണ്, അവൻ പുറത്താണ്. അപ്പം അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാവേണ്ടേ? വിനയം. വിനയം. നമ്മളൊന്നുമല്ല, നമ്മൾ ആരാണ്? അള്ളാഹിൻ്റെ അടിമകളാണ്. നമ്മൾ എവിടുന്ന വന്നേ? പറയും നമ്മളൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് വന്നത്, അല്ലേ? കേവലം ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ വയറ്റിൽ എന്താണ്? മാലിന്യല്ലേ, അല്ലേ? വേസ്റ്റ് പെട്ടിയായിട്ടാണ് നമ്മൾ നടക്കുന്നത്. മരിച്ചു പോയാൽ നമ്മൾ എന്താവും? മണ്ണാവും. പിന്നെ അനക്കതിൻ്റെ ഇടയിൽ എവിടെടാ അഹങ്കരിക്കാൻ ടൈമിന്? മുമ്പ് നമ്മളൊന്നും ആയിരുന്നില്ല. ഇപ്പം നമ്മൾ കുറേ വേസ്റ്റ് ചുമന്ന് നടക്കുന്ന ഒരു ജീവി. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണ്. പിന്നെ എന്ത് അഹങ്കാരം കാട്ടണേ, അല്ലേ? അഹങ്കാരം എന്താ പറയണ്ടേ? അൽ കിബിരിയാ ഉരിദാഇ. അഹങ്കാരം എന്നുള്ളത് ആർക്കാണ്? എനിക്കുള്ള. നമ്മൾ പറയില്ല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവിനെ അഹങ്കരിക്കാം. കാരണം എന്താ? അതിനവന് അർഹത ഉണ്ട്. അത് അള്ളാന്റെ ഗുണമാണ് അഹങ്കാരം എന്നുള്ളത്. നമ്മളതാണ്. നമ്മൾ അഹങ്കരിച്ച അള്ള വെറുതെ വിടൂല. ആ പറഞ്ഞ ഫമൻ നാസഅനി ഫീഹി ലഖദഫ്തുഹു ഫിന്നാർ. ആരെങ്കിലും ഈ കിബിരിയായിന്റെ വിഷയത്തിൽ എന്നോട് തർക്കിച്ചാൽ ഞാൻ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും. അഹങ്കരിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? അള്ളാഹ്ക്ക് മാത്രം, മറ്റൊരാൾക്കില്ല. മറ്റൊരു ആൾക്കില്ല. അങ്ങനെ ഭൂമിയിൽ കുറെ ആളുകൾ അഹങ്കരിച്ചിരുന്നു. ആരൊക്കെ? ആര്? ഫിറോൻ, പിന്നെ ഖാറൂൻ, അല്ലേ? അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഫിറോൻ എന്താ പറഞ്ഞേ? ഫിറോൻ എന്താ പറഞ്ഞേ? ആദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, അല്ലേ? ഈ പുഴ എൻ്റെ കാലിന്റെ ചോട്ട് കൂടി ഒഴുകുന്നു. പിന്നെ പറഞ്ഞ് മൂസാന്റെ റബ്ബിനെ കാണാൻ എനിക്കൊരു ഗോപുരം ഉണ്ടാക്കില്ല. അല്ലി അത്തലിയോ ഇലാഹി മൂസ. അഹങ്കാരം തന്നെയല്ലേ, കളിയാക്കലല്ലേ? ഖാറൂൻ എന്താ പറഞ്ഞേ? ഖാറൂൻ ഇങ്ങോട്ട് പുറത്തിറങ്ങി. ഇത് പറയുന്നില്ല, ഖസസില് പറയുന്നില്ലേ? 60 62 63 ഇന്ന ഖാറൂനക്കാനമിൻ ഖൗമി മൂസ പറഞ്ഞില്ലേ? അങ്ങനെ തുടങ്ങിയിട്ടായിരുന്നു പറഞ്ഞു. ഖാറൂൻ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ, ഖാറൂൻ നല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നല്ല ബെൻസ് കാർ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹൈടോപ്പ് ഒരു കാർ, അതിൻ്റെ ചുറ്റും സെക്യൂരിറ്റി, പിന്നെ അവൻ്റെ ലോഡുകൾ, സാധനങ്ങൾ, സ്വർണം, എത്രയോ ഒട്ടക സംഘങ്ങൾക്ക് ചുമക്കാനുള്ള ചാവി ചുമക്കാൻ ഒട്ടക സംഘങ്ങളാണ്. അപ്പം അതിൻ്റെ ഖജനാവ് എത്ര? അങ്ങനെ പവർ കാണിച്ച് നടക്കുക. അപ്പം ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയും, പഠിച്ചോനെ ഞങ്ങൾക്ക് ഖാറൂനെ പോലെ ആയാ മതിയെന്ന്. ഫിറൗനുള്ള എന്താക്കി അവസാനം? ഫിറൗൻ സ്വയം പൊന്താൻ നോക്കി. അള്ളാഹു ഫിറൗനെ കടൽക്ക് താത്തി, അല്ലേ? ഫിറൗൻ സ്വയം ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞ് സ്വന്തം ഇങ്ങനെ പൊന്തി വലിയ ആളാന്ന് നോക്കിയോ? ഒറ്റ താത്തലോടക്ക് എങ്ങട്ടാത്തി? കടൽക്ക്. ഖാറൂൻ എന്താ സംഭവിച്ചേ? ഹസഫ്ന ബിഹിം. ഓനും ഓന്റെ സമ്പത്തിനെയും ഭൂമിന്റെ ഇടയ്ക്ക് ഒരൊറ്റ താത്ത. അപ്പൊ നമ്മൾ സ്വയം ഇങ്ങനെ പൊന്താൻ വിചാരിച്ച ഒരിക്കലും എന്താവില്ല. നമ്മള് പൊന്തോ? ഒരിക്കലും പൊന്തൂല. സ്വയം പൊന്തിയവരൊക്കെ ആര് താത്തിയിട്ടുണ്ട്? താത്തിയ ചരിത്രമാണ്. പക്ഷെ നമ്മൾ താഴ്ന്നു കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ഉയർത്തും. നമ്മൾ വിനയം കാണിച്ചാല് ജനങ്ങൾക്കിടയിൽ നമ്മൾ മതിപ്പ് വർദ്ധിക്കും. നമ്മൾ വിചാരിച്ചു, ഞാൻ അങ്ങനെ ഒരാളെടുത്ത് എന്താടാ ഇവിടെ നോക്കി 2 വർത്താനം പറയുമ്പോൾ വലിയ ആളായെന്ന് അവൻ്റെ വിചാരം. ശരിക്കും ഓനെക്കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കൽ എന്താ ചെങ്ങൻ്റെ കഥ, അല്ലേ? നേരെ മറിച്ച് വിനയത്തോടു കൂടി നല്ല രീതിയിൽ പെരുമാറുന്ന ആളെ കുറിച്ച് എന്താ മനസ്സിലാക്കുക? നല്ല ഉഷാറാണ്, അല്ലേ? ആള് നീറ്റാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് ആ ഒരു ഗുണമാണ് നമ്മളുടെ ജീവിതത്തിലുണ്ട്. സ്വന്തം നമ്മൾ പൊന്താൻ നോക്കിയാൽ താത്തും. അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിനയം കാണിച്ചാൽ അള്ളാഹു നമ്മളെ ഉയർത്തും. ഒരിക്കലും താഴ്ത്തില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു ഗുണം ഏത് മേഖലയിലും നമുക്ക് ഇതാണ് നമുക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പാഠം എന്നുള്ളത്. പിന്നെ മറ്റൊരു ഗുണം പ്രവാചകൻ്റെതായിട്ട് നമുക്ക് ഖുർആൻ പറഞ്ഞത് കാണാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നിയോഗിച്ചിട്ടില്ല. പ്രവാചകൻ കാരുണ്യല്ലേ? പ്രവാചകനുള്ളത് കൊണ്ടല്ലേ നമുക്ക് ഹിദായത്ത് കിട്ടി.
പ്രവാചകനുള്ളത് കൊണ്ടല്ലേ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് മനസ്സിലായത്, അല്ലേ? സ്വർഗത്തിലെത്താനുള്ള നമുക്കുള്ള ഏക വഴി ആരാ? പ്രവാചകനില്ലാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമോ? പ്രവാചകന്റെ മാർഗം പിന്തുടരാതെ നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അങ്ങനെ ലോകത്തിൽ നമുക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കാവട്ടെ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ പ്രവാചകൻ എന്ത് തന്നെയാണ്? കാരുണ്യം തന്നെയാണ്. ആ ഒരു കാരുണ്യം ആർക്കുണ്ടാവണം? നമുക്കും ഉണ്ടാവണമെന്ന് പ്രവാചകൻ തന്നെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്. എൻ്റെയും എൻ്റെ ഉമ്മത്തിൻ്റെയും ഉപമ എന്ന് പറഞ്ഞാൽ, ഒരാൾ വലിയ തീ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട്, വലിയ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പം ആ തീയിലേക്ക് പ്രാണികളും പാറ്റകളൊക്കെ ഇങ്ങനെ ചെന്നിങ്ങനെ വീഴുന്നുണ്ട്. അപ്പം എൻ്റെ ഉമ്മത്തിലെ ആളുകൾ പോകുമ്പോൾ അവരുടെ ഊരക്ക് പിടിച്ച് അവരെ ഞാൻ ഇങ്ങോട്ട് വലിച്ചു മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. പ്രവാചകൻ നമുക്ക് കാരുണ്യമില്ലേ? അങ്ങനെ നരകത്തിൻ്റെ തീക്കൊണ്ടിലേക്ക് പോകുന്ന നമ്മളെ ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം കാണിച്ചത് ആരാ? ആ പ്രവാചകനല്ലേ? നമ്മുടെ മുത്തുനബിയല്ലേ? അല്ലേ? ആ പ്രവാചകനെയാണ് നമ്മളെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത്. ആ പ്രവാചകൻ ഖുർആനിൽ പറഞ്ഞ പ്രവാചകൻ ഉണ്ടായിരുന്ന ഗുണങ്ങളാണ് ഖുർആന്റെ വാഹകരായ നമുക്കുണ്ടാകുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ റഹ്മത്ത് എന്നുള്ളത്. പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൗല അശുക്ക അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ ഞാൻ രാത്രിയിലെ ഇശാ നിസ്കാരം 12 മണിക്ക് നിസ്കരിച്ചാൽ മതി എന്ന് പറയായിരുന്നു. ഹദീസ് എന്താ ഹദീസ്? എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ രാത്രി നമസ്കാരം ഞാൻ എപ്പം നിസ്കരിച്ച ഇശാ നിസ്കാരം ഇപ്പം എപ്പോഴും നിസ്കരിക്കുക? നമ്മൾ 8 മണിക്ക് നിസ്കരിക്കല്. അത് എപ്പം നിസ്കരിച്ചാൽ മതി അറിയും? നിസ്ഫുല്ലയിൽ പറഞ്ഞാൽ 12 മണിക്ക് ശേഷം. അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ? വർക്കുണ്ടാവുമോ? അതുകൊണ്ട് പ്രവാചകൻ എന്താക്കി? ഇങ്ങനെ ആക്കിയില്ല. നമുക്ക് നേരത്തെ തരാം. നമ്മളോടുള്ളൊരു കാരുണ്യമില്ല പ്രവാചകന്റെ. അങ്ങനെ എല്ലാവരോടും വളരെയധികം കരുണ പ്രവാചകനുണ്ട്. അതുപോലെ ഏറ്റവും വലിയ പ്രവാചകന്റെ കാരുണ്യം വെളിവാവല എവിടുന്ന് അറിയോ? എവിടുന്ന? മഹ്ശറേന്ന്. സുബ്ഹാനല്ലാഹ്. എല്ലാ പ്രവാചകന്മാരും ഉണ്ടാവും. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ അവസ്ഥയാണ്. ഏത്? നഫ്സി നഫ്സി, അല്ലേ? നഫ്സി നഫ്സി, എൻ്റെ കാര്യം എന്താവും, എൻ്റെ കാര്യം എന്താവും എന്നുള്ളതാണ്. ജനങ്ങളെല്ലാവരും ആരെടുത്ത് പോകും? ആദം നബിൻ്റെ അടുത്ത് പോകും. എന്ത് പറയും? നഫ്സി നഫ്സി. നൂഹ് നബിൻ്റെ അടുത്ത് പോകും, നഫ്സി നഫ്സി. ഇബ്രാഹിം നബിൻ്റെ അടുത്ത് പോകും, നഫ്സി നഫ്സി. ഈസാ നബിൻ്റെ അടുത്ത് പോകും, നഫ്സി നഫ്സി. അവസാനം പോകൽ ആരെടുത്താണ്? നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെന്താ സലാത്തല്ലാത്ത? എൻ്റെ മേലിൽ എൻ്റെ വർത്തമാനം, എൻ്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ പിശുക്കനാരാ? പൈസ ഇറക്കാൻ മടിക്കണോനാ? അല്ല. ഒരുത്തൻ്റെ അടുത്ത് എൻ്റെ പേര് പറഞ്ഞിട്ട് അവൻ എൻ്റെ മേൽ സലാത്ത് ചെല്ലിയില്ലെങ്കിൽ അവരാണ് ഏറ്റവും വലിയ പിശുക്കൻ. അതുകൊണ്ട് നമ്മൾ ആ പിശുക്കന്മാരുടെ കൂട്ടത്തിൽ പെടരുത്. നമ്മൾ ഒരു സലാത്ത് ചെല്ലിയാൽ അള്ളാഹു നമ്മളുടെ മേൽ എത്ര സലാത്തുള്ളൂ? 10 സലാത്തുള്ളൂ. 10 സലാത്തില്ല പറഞ്ഞാൽ 10 അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമെന്നുള്ളതാണ്. മനസ്സിലായല്ലേ? പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സലാത്ത് ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ സലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. എൻ്റെ സലാത്ത് പ്രദർശിപ്പിക്കപ്പെടും. അതുകൊണ്ട് സലാത്ത് നമ്മൾ വിടരുത്. മനസ്സിലായോ? അബ്ഖലുൽ ബുഖല പെട്ട ഏറ്റവും വലിയ പിശുക്കന്മാർ ആരാവരുത്? നമ്മളാവരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പം പേര് കേട്ടാലും അത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു രീതിയാക്കി മാറ്റും. എവിടെ നമ്മൾ നമ്മളെ മുത്തുനബിൻ്റെ പേര് കേട്ടാൽ എന്താക്കണം? സലാത്ത് ചെല്ലണം. അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. അപ്പം പ്രവാചകന്റെ മറ്റൊരു ഗുണം നമ്മൾ പറഞ്ഞത് എന്താണ്? റഹ്മത്ത്. എന്ത്? റഹ്മത്ത്. അപ്പം നമ്മളും മറ്റുള്ളവരോട് എന്തായിരിക്കണം? കരുണ. ഇർഹമു മൻഫിൽ അർദ് യർഹമുക്കും മൻഫിസ് സമാ. ഭൂമിയുള്ളവർ നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നമ്മൾ മറ്റുള്ളവരോട് ഒരു മോശമായ ഒരു ഗൗരവം, അല്ലേ? ഒരു പരിക്കൻ സ്വഭാവമല്ല, കാരുണ്യത്തോടെയുള്ള സ്വഭാവമാണ് മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നത്, അല്ലേ? അങ്ങനെ ആവുമ്പോൾ നമുക്ക് അള്ളാഹു നമ്മളോട് കരുണ കാണിക്കും. കാരുണ്യം ഇപ്പോഴും നമ്മളെ ആ ജീവികളോട് പോലും ഇപ്പം നമ്മൾ ഒരു എറുമ്പ് വെള്ളത്തിൽ ഇങ്ങനെ ബാത്റൂമിലോ ബക്കറ്റിലൊക്കെ വീണെടുക്കണം, നമ്മൾ ഒരു കപ്പും കൂടി എടുത്ത് വയ്ക്കും, അല്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്? അല്ല. നമ്മൾ വിചാരിച്ച എങ്ങനെയാ ഉറുമ്പിനെ രക്ഷിക്കാൻ പറ്റുമോ രക്ഷിക്കണം. അത് നമ്മളെ ഹൃദയത്തിലെ കാരുണ്യത്തിന്റെ അടയാളമാണ്. മനസ്സിലായോ? ജീവികളോട്, പച്ചക്കരളുള്ള എല്ലാ ജീവികളോടും നമ്മൾ
കാരുണ്യം കാണിക്കണം. അങ്ങനെ എല്ലാ മനുഷ്യരോടും നമുക്ക് കാരുണ്യം ഉണ്ടായിരിക്കണം. മറ്റൊന്നൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റുന്നതാണ് ക്ഷമ എന്നുള്ളത്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹ്. കുറേ ബുദ്ധിമുട്ട് പ്രയാസം ഒരു ക്ഷമയുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചൊരു തീരുമാനം എടുക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ എപ്പോഴാണ് നമസ്കാരം? 15 മിനിറ്റോ? അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ? ക്ഷമ. പ്രവാചകൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പ്രവാചകൻ ജനിച്ചപ്പം ഉപ്പുണ്ടായിരുന്നു. യത്തീമായിട്ടാണ് പ്രവാചകൻ ജനിച്ചത്. എത്ര മാസം കഴിഞ്ഞ എത്രാം വയസ്സിലാണ് ഉമ്മ മരണപ്പെടുന്നത്? 6-ാം വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. അപ്പം തന്നെ എത്ര വിഷമമുണ്ടാവും. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി ഈ ഒരവസ്ഥ. ക്ഷമയല്ലേ പ്രവാചകന്റെ ഫാത്തിമയല്ലാതെ മറ്റു മക്കളാരും വലുതായിട്ടില്ല. എല്ലാവരും എന്തായിട്ടുണ്ട്? ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. ഉമ്മ മരിച്ചു, ബാപ്പ മരിച്ചു, മക്കൾ മരിച്ചു. എന്തായിരിക്കും ഒരാളവസ്ഥ? ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളെ സ്വന്തം ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിച്ചു. സഹിക്കാൻ കഴിയുമോ? നമുക്ക് സഹിക്കാൻ കഴിയുമോ? അങ്ങനെ ആയിരുന്നു പ്രവാചകൻ വളർന്നത്. ഒറ്റക്കാണ് ഹിറാ ഗുഹയിൽ പോയി ഏകാന്തവാസം അനുഭവിക്കുക. കഷ്ടപ്പെട്ട്. ആരെങ്കിലും ഹിറാ ഗുഹയിൽ പോയിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയുണ്ട്? എത്ര ഉയരത്തില്ല ഹിറാ ഗുഹ? കുറേ കയറി പോണ്ടേ. ഇപ്പം തന്നെ കയറാൻ ഭയങ്കര പ്രയാസമാണ്, ഇത്ര സൗകര്യങ്ങളുണ്ടായിട്ട്. പക്ഷെ അന്ന് അത്രക്ക് ത്യാഗം തയ്ച്ച് പ്രവാചകൻ മുകളിൽ പോകും, ഏകാന്തവാസം. അപ്പോഴാണ് മലക്ക് വരുന്നത്, ഇഖ്റ അല്ലേ, ഇഖ്റായിട്ട് വരുന്നത്. ഇത് കണ്ട് പേടിച്ച് പ്രവാചകൻ ഓടി. എങ്ങോട്ടാ ഓടിയേ? വീട്ടിൽ. അവിടെ ആരെടുത്ത് കണ്ടേനെ? ഖദീജ ബീവിൻ്റെ അടുത്ത് കാണാൻ ഓടി. ഹബീദ ബീവിയാണ് അപ്പോൾ അവിടെ പ്രവാചകനെ സമാധാനിപ്പിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് പ്രവാചകൻ ദഅവത്ത് ചെയ്ത് ആരെങ്കിലും കൂടെ ഉണ്ടോ? ഒരാളും ഇല്ല. പിന്നെ പതിയെയാണ് ഇതിലേക്ക് ആളുകൾ വരാൻ. അലി റളിയല്ലാഹു അൻഹു വന്നു, ഖദീജ ബീവി വന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെയാണ് ദീന്. പ്രവാചകൻ തൻ്റെ ജനത പ്രബോധനം സ്വീകരിക്കാതെ തായിഫിൽ പോയൊരു കഥ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? എന്തേലും തായിഫിലെ അവസ്ഥ? അങ്ങാടി പിള്ളേരില്ലേ, നാടോടി പിള്ളേരൊക്കെ എടുത്ത് കല്ല് കൊടുത്തിട്ട് അവിടുത്തെ ആളുകൾ പ്രവാചകനെ എറിഞ്ഞെറിഞ്ഞ് പ്രവാചകന്റെ കാലിൽ നിന്ന് ചോര വന്ന് കാലിൻ്റെ കളറ് ചുവപ്പായിരുന്നു. ആരാ നമ്മുടെ മുത്തുനബിൻ്റെ അവസ്ഥയാണ് വരുന്നത്. മനസ്സിലായോ? അങ്ങനെ എന്നിട്ട് അവിടുന്ന് ആ കാലും വേച്ച് വലിച്ച് പ്രവാചകൻ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹു മലക്ക്, പിന്നെ മലയുടെ പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മലക്കിനെ അയച്ചു. പഠിച്ചാന് എന്താ ആ 2 മലകൾക്കിടയിൽ താത്തിയിട്ട് അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ആ പ്രവാചകൻ അള്ളാഹിൻ്റെ റസൂലിനെ അത്രക്ക് വേദനിപ്പിച്ച ആളാണ്, സമൂഹമാണ്. പ്രവാചകൻ എന്താ പറഞ്ഞേ? വേണ്ട, കാരുണ്യല്ലേ, സ്നേഹമല്ലേ, പ്രവാചകന്റെ ക്ഷമയല്ലേ? വേണ്ട. അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ പിൻഗാമികളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇസ്ലാം സ്വീകരിച്ചേക്കാം എന്ന് പറഞ്ഞ് അവരെ വിട്ടു. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പ്രവാചകന് കഅബന്റെ അടുത്ത് നിസ്കരിക്കുന്ന സമയത്ത് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല പ്രവാചകന്റെ പിരടയിൽ കൊണ്ടിട്ട് സുജൂദിലാണ്, അല്ലെങ്കിൽ റുക്കൂയിലാണ്. ഇങ്ങനെ ഉണ്ടാവും. കുടൽ കണ്ടിട്ടില്ലേ? പോത്തിൻ്റെ കുടൽ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഉണ്ടാവും. അതേപോലെ ഭാരം കൊണ്ട് എണീക്കാൻ ഫാത്തിമ ബീവി വന്നിട്ടാണ് ഇത് എടുത്തു മാറ്റുന്നത്. അത്ര ക്ഷമ ആർക്കുണ്ടായിട്ടുണ്ട് പ്രവാചകൻ. എല്ലാവരും ഒറ്റപ്പെടുത്തി തുടക്കത്തിൽ അല്ലേ? ആരെങ്കിലും അംഗീകരിച്ചോ? പോക്കറുത് താൻ കുറച്ച് ആളുകൾ മാത്രം.
അപ്പോഴൊക്കെ അവിടെ നിന്ന് മുന്നോട്ട് വന്നതാണ് നമ്മുടെ പ്രവാചകൻ. അതുകൊണ്ട് ഈ ക്ഷമ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. നമുക്കൊരുപാട് പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും. അവിടെ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് മുഅ്മിനിൻ്റെ അല്ലെങ്കിൽ ഖുർആൻ്റെ ആളുകളുടെ ഒരു ഗുണമാണ്. ക്ഷമ അവലംബിക്കുക, ക്ഷമ മുറുകെ പിടിക്കുക. ഒരു ഹദീസുണ്ട്, മുഅ്മിനിൻ്റെ കാര്യം എത്ര അത്ഭുതമാണ്. അവനെന്തെങ്കിലും നന്മകൾ ഉണ്ടായാൽ അവൻ എന്താക്കുന്നു? അള്ളാഹുവിന് നന്ദി പറയും. നമുക്കൊരു സന്തോഷം ഉണ്ടായി അല്ലേ, എന്തെങ്കിലും ഒരു നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായാൽ നമ്മൾ ശക്കറ, അള്ളാഹുവിന് നന്ദി പറയുന്നു. ഇനി എന്തെങ്കിലും സങ്കടം ഉണ്ടായാലോ സബറ. ഇനി ശക്കറായാലും സബറായാലും, ശുക്ർ ചെയ്താലും അവൻ ക്ഷമിച്ചാലും രണ്ടും അവനിക്ക് ഹൈറാണ് അല്ലേ. ക്ഷമിച്ചാൽ കൂലിട്ടൂല്ലേ, ശുക്ർ ചെയ്താലും കൂലിട്ടു. അപ്പം ആ ഒരു ഗുണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏത് കാര്യങ്ങൾ വന്നാലും ഉറച്ചു നിൽക്കാനുള്ള ഒരു ശക്തി നമുക്ക് പ്രവാചകൻ്റെ ജീവിതത്തിലാണ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും യാദൃച്ഛികമായി ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടായാൽ നമ്മൾ തളർന്നു പോകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ എത്രത്തോളം തളരണം? വാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല, ആരുമില്ല, എല്ലാവരും വഫാത്തായിപ്പോയി. തളർന്നോ പ്രവാചകൻ? അവിടെ ക്ഷമിച്ച് പടച്ചവൻ്റെ പ്രീതി ആഗ്രഹിച്ച് പടച്ചവനെ ഏൽപ്പിച്ച ആ ദഅവത്ത് എന്നുള്ള ഉത്തരവാദിത്വം പ്രവാചകൻ ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറിയില്ലേ, നമുക്കൊക്കെ ഹിദായത്ത് കിട്ടാൻ കാരണമായില്ലേ. അതുകൊണ്ട് നമ്മളും ആ പാതയിലേക്ക് ഇറങ്ങണം, ആ പാതയിലേക്ക് ഇറങ്ങണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമ്മൾ പറഞ്ഞത് സബർ എന്നുള്ളത്. അതുപോലെ മറ്റൊരു ഗുണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ എടുത്തു പറയാം. ലജ്ജ. നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ ഈ ഉദ്ദേശം ചെയ്തോളി, അങ്ങനെ ഉണ്ടാവുക. ലജ്ജ ഇല്ലെങ്കിൽ എല്ലാ എളുപ്പത്തരത്തിനും ആളുകൾ നിൽക്കും, തയ്യാറാവും. മനസ്സിലായോ? അപ്പം ആ ഒരു പ്രവാചകൻ്റെ ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണമെന്നുള്ളത്. റസൂലുള്ളാഹിനെ കുറിച്ച് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നമുക്ക് പിൻപറ്റാൻ ആരുള്ളൂ? റസൂലുള്ളൂ. അതാണ് ഏറ്റവും വലിയ മാതൃക. നമ്മളെ റോൾ മോഡൽ ആരാ? വേറെ ആരെങ്കിലും? മെസ്സിയ? വേറെ റൊണാൾഡോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും? അവന്മാരൊക്കെ കളിക്കാർ, അവന്മാർ കളിക്കണത് പൈസ ഉണ്ടാക്കി പോകണേ എന്നല്ലാതെ നമുക്കതിന് ഒരു റോൾ മോഡൽ, കളി കാണുമ്പോൾ ഒരു ആനന്ദം കിട്ടും. അല്ലാതെ വേറൊരു റോൾ മോഡൽ നമുക്ക് അതിലില്ല. നമുക്കാരാ റോൾ മോഡൽ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ പ്രവാചകനാണ് എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃകയായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിരുന്ന ആര്? അനസ് റളിയല്ലാഹു അല്ലേ? ആര്? അനസ് റളിയല്ലാഹു. 10 നമസ്കാരം നിസ്കാരത്തിലുള്ള കറക്റ്റ് അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? അനസ് റളിയല്ലാഹു ആരാണ്? സേവകൻ. സേവകൻ പറഞ്ഞാൽ അത് പ്രവാചകൻ്റെ കൂടെ ഇപ്പം എല്ലാ സമയത്തും ഉണ്ടായ സേവകൻ. അങ്ങനത്തെ ആളുകൾക്ക് അയാളുടെ എല്ലാ സ്വഭാവവും അറിയും. നല്ല സ്വഭാവം അറിയും, മോശം സ്വഭാവം അറിയും. കാരണം കൂടെ ഇപ്പോഴുണ്ടല്ലോ അല്ലേ? അങ്ങനത്തെ ഒരാൾ പറയാണ്, 10 വർഷം ഞാൻ റസൂലുള്ളാഹിക്ക് സേവനം ചെയ്തു. എന്നിട്ടോ ഫമാ ഖാലലി ഉഫിൻ ഖത്തു, എന്നോട് ഇതുവരെ ഛേ എന്ന് പോലും ആര് പറഞ്ഞിട്ടില്ല? പ്രവാചകൻ പറഞ്ഞിട്ടില്ല. എന്ത് ഛേ? ഛേ എന്ന് പറഞ്ഞതാ? ഛേ നീ ഇങ്ങനെയാണോ ചെയ്യല്? എന്തോ ഒരു കാര്യം ചെയ്ത്, നിസ്സാരമായൊരു കാര്യമാണ്, അത് നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന കാര്യമാണ്. എന്ത് ഛേ? അതുപോലെ ആര് പറഞ്ഞിട്ടില്ല? പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ് വമാ ഖാലലി ബിശൈഇൻ സനഅതുഹു ലിമ സനഅത, ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് എന്തേ ചെയ്ത്, അത് എന്തേ ചെയ്ത്, എന്തിനാ അങ്ങനെ ചെയ്ത്, അങ്ങനെ ചോദിച്ചു. ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്നിട്ട് എന്തുകൊണ്ടത് ചെയ്തില്ല, എന്തായി ചെയ്യാൻ എന്ന് പോലും എന്നോട് പ്രവാചകൻ ചോദിച്ചിട്ടില്ല. അപ്പം എത്ര ലോലാണ് നമ്മളെ മുത്തുനബിൻ്റെ ഹൃദയം! എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവമാണത്
നമുക്ക് കഴിയോ? ഞാൻ എൻ്റെ കൂടെ പറഞ്ഞ സേവകനായി കൂട്ടി എന്തെങ്കിലും കണ്ടേ ഇത് എന്താണ് അങ്ങനെ കാട്ടിയത് ചോദിച്ചില്ലേ? സ്വാഭാവികമാണ്. നമ്മൾ ചോദിച്ചു, ഒരു കാര്യം ചെയ്തില്ല, എന്താ വാതിലടച്ചില്ല, അല്ലെ വെള്ളം കൊണ്ട് എന്താണ് വെള്ളം കൊണ്ടുവരാത്തത് ചോദിക്കൂലേ? അതുപോലും പ്രവാചകൻ എന്തെങ്കിലും കുറവുകളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. പക്ഷെ അത് പ്രവാചകൻ അവിടെ മനസ്സിലാക്കുമായിരുന്നു. ആ ഒരു ഗുണമാണ് നമുക്കുണ്ടാകും. മറ്റൊരു സംഭവം ഉണ്ട്. ഒന്നാമത് നമ്മളെ സ്വഭാവം ഏറ്റവും കൂടുതൽ അറിയലായിരിക്കാം നമ്മളോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലേ. പുറത്തുനിന്ന് കാണുമ്പോൾ ഞാൻ നിങ്ങളെടുത്ത് വന്ന് വലിയ സ്റ്റൈലായി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വിചാരിച്ച് ഞാൻ ഭയങ്കര സംഭവമാണ് അല്ലേ. പക്ഷേ എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് എൻ്റെ തനി സ്വഭാവം അറിയാം. അതെൻ്റെ സേവകന്മാരായിരിക്കും, അവരുണ്ടെങ്കിൽ ഇട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യമാർ, കുടുംബക്കാരായിരിക്കും. പ്രവാചകനെ കുറിച്ച് ഭാര്യമാരെന്താ പറഞ്ഞ് അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവം. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞ് നിങ്ങൾ ഏറ്റവും ഉത്തമർ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. എന്നിട്ട് പറഞ്ഞ് അന ഖിയാറുക്കും ലി അഹ്ലിഹി, ഞാൻ എൻ്റെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. അപ്പം എല്ലാ ഭാര്യമാരും അത് സമ്മതിച്ചു. ഒരു സംഭവം പറയാം. ഒരിക്കൽ റസൂലുള്ളാഹി വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെല്ലാം. അത് സാധാരണ നമ്മളൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ തിന്നാളുള്ളത്, എന്താ റൊട്ടി ഉണ്ട്, ആയിക്കോട്ടെ റൊട്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി, കറിയൊന്നും കാണില്ല. എന്തേന്നില്ല, റൊട്ടി മാത്രമേ ഉള്ളൂ, കറിയൊന്നും കാണില്ല. അപ്പം കറിയൊന്നും ഇല്ലേ ചോദിച്ചു. ഐഷാബിനോട് ചോദിച്ചത് കറിയൊന്നും ഇല്ലേ? അപ്പം ഐഷാബി പറഞ്ഞ സുർക്കുണ്ട് ഇവിടെ. എന്തുണ്ട്? സുർക്കുണ്ട്. സുർക്കാന്ന് പറഞ്ഞ കറിയാണ്. ഇപ്പം നമ്മൾ ചപ്പാത്തി നിന്ന് അച്ചാറുണ്ട് അറിഞ്ഞാലും എങ്ങനെ ഉണ്ടാവും? അതേപോലെയല്ല സുർക്ക, കറിയാണോ? ഒരു സാധാരണ ഒരു സാധനം, തൊട്ട് കൂട്ടുന്ന ഒരു സാധനം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, നിഅമൽ ഉദും വൽ ഖൽ. ഓ സുർക്കുണ്ടോ? സുർക്ക എത്ര നല്ല കറിയാ. സംഗതി സുർക്ക കറിയാണല്ലേ? ആണോ? എന്തെങ്കിലും കാരണം കൊണ്ട് അവരുണ്ടാക്കിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് അവർ കറി ഉണ്ടാക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. അത് പ്രവാചകൻ മനസ്സിലാക്കിയിട്ട് ഉള്ളതിനെ പരിഗണിച്ചുകൊണ്ട് അവിടെ പ്രവാചകൻ സംസാരിച്ചു അല്ലേ. ഒരിക്കലും മറ്റൊരു സംഭവമുണ്ട്. പിന്നെ ആയിഷാ ബീവിൻ്റെ അടുത്താണ് പ്രവാചകനുള്ളത്. ആ സമയം പ്രവാചകൻ്റെ മറ്റൊരു ഭാര്യ പ്രവാചകന് ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം കൊടുത്തയച്ചു. ഈ പാത്രം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ഇവിടെ എത്തിയപ്പം ആയിഷാ ബീവി ഒരു തട്ട് നിൻ്റെ അടുത്ത് ഉണ്ടാകുമ്പോൾ പാത്രം കൂടെ കൊണ്ടുവരണ്ട. സ്വാഭാവികമായ ഒരു പ്രശ്നമാണ്, പ്രശ്നമൊന്നുമല്ല. അപ്പം പറഞ്ഞ് പാത്രം തട്ടി നിലത്ത് വീണ്. അപ്പം നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ എന്താണ് നടക്കുക? അറ്റടിയിട്ടില്ല, അല്ലെങ്കിൽ ചീത്തേക്കൂല, എന്തായാലും ചീത്തേക്കൂല. ഞാൻ നോക്കട്ടെ, ഇപ്പം നമ്മളെ വീട്ടിൽ പാപ്പ വന്നിരുന്നു, എന്താ കറിയുള്ളത്? പിന്നെ അച്ചാറുണ്ട്, അച്ചാറാക്കുന്നു, പൊയ്ക്ക ചേർന്ന് നീച്ച് പോയി. അവിടെ പ്രശ്നമായില്ലേ? ബദറായില്ല അവിടെ അല്ലേ? എന്തിനൊക്കെ പ്രശ്നം ഉണ്ടായാലും വരല്, ചായയിൽ കടുപ്പം കൂടി, മധുരമില്ല, ചോറ് വേവേറി, കറിയിൽ ഉപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പെരയിലടക്കണേ ഇല്ലേ? പല പെരയിലെ പ്രശ്നങ്ങളല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. പ്രവാചകനൊക്കെ അവിടെ പ്രതികരിച്ച ആ ഒരു രീതികൾ കണ്ടോ? അതാണ് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ കഥയിൽ ആയിഷാ ബീവിൻ്റെ അടുത്ത് വന്ന് പാത്രം തട്ടി നിലത്ത് വന്ന് പ്രവാചകൻ എന്താ അവിടെ ചെയ്തിട്ടുണ്ടാകും? ഞങ്ങളും അറിയാം. എന്താ ഇത്? ചീത്തറിഞ്ഞോ? എന്തിനാണ്ട് ഈ പാത്രം ഓടി ചെയ്ത് ആയിഷയ്ക്കൊന്ന് കൊടുത്തോ? ചൂടായ? ഒന്നും ചെയ്തില്ല. അതൊന്നാളോട് പറഞ്ഞ് ആർച്ച് ഉമ്മക്കും, നിങ്ങളമ്മ ചൂടിലാണ് കേട്ടോ. നിങ്ങളമ്മ അഥവാ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമ്മയാണല്ലോ പ്രവാചകന്റെ പത്നിമാർ. നിങ്ങളമ്മ ചൂടിലാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് ആ പൊട്ടിയ പാത്രത്തിന്റെ ചില്ല് കഷ്ണങ്ങൾ പ്രവാചകൻ ഇങ്ങനെ പെറുക്കി പോയി. നമ്മളെ നാട്ടിലാണെങ്കിൽ പെറുക്കി വൃത്തിയാക്കി ചിലക്കാൻ പോയിക്കാറില്ലേ, അടറ കൊടുക്കുകയും ചെയ്യും അല്ലേ? പൊട്ടിയപ്പം പ്രവാചകൻ അത് എടുത്ത ഭക്ഷണം അതിൽ എന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന നല്ലൊരു പാത്രം മറ്റേ ഭാര്യയ്ക്ക് കൊടുത്തയച്ചു. ഈ പാത്രം ഇവിടെ വെച്ചു. ശരിക്കും അവിടെ പ്രവാചകൻ ആ പ്രതികരിച്ച രീതിയിൽ മാറ്റം വന്നാൽ അവിടെ എന്ത് സംഭവിക്കാം? അതോടുകൂടി ആ പ്രശ്നം അവിടെ കഴിഞ്ഞില്ലേ? പിന്നെ അവിടെ പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങൾ അവിടെ തീർന്നില്ലേ? അങ്ങനെ പെരുമാറാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയങ്ങളാണ് പ്രവാചകന്റെ ആ ഒരു ലോലമായ സ്വഭാവം. അതാണ് പറഞ്ഞ് കാന ഖുലുഖുഹു ഖുർആൻ. വെറുതെ പറഞ്ഞതാ കാന ഖുലുഖുഹു അൽ ഖുർആൻ. നിങ്ങളപ്പ എൻ്റെ സ്വഭാവത്തെ കുറിച്ച് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ പറയണം കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഇത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. നമ്മൾ ചിലപ്പോൾ കളിയാക്കി പറയില്ലേ, ഓൻ വല്ലാത്തൊരു മുസ്തഫ് അല്ലേ, ഓൻ വല്ലാത്തൊരു മുസ്തഫ് അല്ലേ,
വലിയ സൂഫി അല്ലേ, അങ്ങനെയൊക്കെ പറയില്ലേ, കളിയാക്കി പറയല്ലോ. പക്ഷെ അങ്ങനെ ആവണം, അങ്ങനെ ആവണം. ആ ഒരു സ്വഭാവവും ഗുണവും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആരാണ്? അള്ളാനല്ലേ? ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? അള്ളാനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ആരെ? അമ്മനെ, ഉപ്പനെ, ചങ്ങായിമാരെ, കൂട്ടുകാരെ, നമ്മളെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടുണ്ടാവുക? നമ്മളോടല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണേ. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മളോടല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളല്ലേ ഉണ്ടാവുക. പ്രവാചകൻ പറഞ്ഞെന്താ? നിങ്ങളുടെ ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, നിങ്ങളുടെ ശരീരത്തെക്കാൾ നിങ്ങൾ എന്നെ ഒരിക്കലും ഉമ്മർ റസൂൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുക. അപ്പം റസൂൽ ഉമർദാൻ്റെ തോളത്ത് ഇങ്ങനെ കയറ്റി ഉമർദാന്ന് പറഞ്ഞു, പ്രവാചകരെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ നെഫ്സ് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, പോരാ ഉമറയെന്ന് പറഞ്ഞു, ഇപ്പം എൻ്റെ വിശ്വാസം ശരിയായിട്ടില്ല എന്ന്. നിന്നെക്കാൾ എന്നെ ഇഷ്ടപ്പെടണം. അപ്പം ഉമർദാൻ തിരുത്തി പറഞ്ഞ്, ഇപ്പോൾ എനിക്ക് എന്നെക്കാൾ ഇഷ്ടം ആരെയാണ്? താങ്കളെയാണ് എന്ന് ഉമർദാനും തിരുത്തി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് പല കാര്യങ്ങളും നമ്മളെ ഇഷ്ടങ്ങളുണ്ടാവും അല്ലേ. ഉദാഹരണത്തിന് ഞാൻ പറയാം, പൊതുവെ നമ്മളെ കുട്ടികൾക്കിടയിൽ, പൊതുവെയുള്ള കുട്ടികൾ, നിങ്ങളല്ല കേട്ടോ, പൊതുവെയുള്ള കുട്ടികൾക്കിടയിൽ കാണുന്നതാണ് ഞെരിയാണിൻ്റെ താഴെ പാൻറ് അല്ലേ. ഫാഷനല്ല. എന്താ പാൻറ്റിന് എന്താ പറയുക? ബഗ്ഗിയോ. മറ്റേ പാൻറ്റിന് എന്താ പറയുക? പുതിയ പാൻറ്റിന് എല്ലാവരും ഇട്ട് നടക്കണേ, നില അടിച്ചായിരുന്ന പാൻറ്റിന് ഇങ്ങനെ വീണില്ലേ, ആ സാധനം, ആ പാൻറ് ഇട്ട് നടക്കും. ഞെരിയാണിൻ്റെ താഴെയാണ്. ആ ഞെരിയാണിൻ്റെ താഴെ പാൻറ് ഇട്ട് നടക്കുക എന്നുള്ളത് ആരുടെ ഇഷ്ടമാണ്? എൻ്റെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആളുടെ ഇഷ്ടമാണ്. മറ്റൊരു ഉദാഹരണം ഉണ്ട്, മുടി വെട്ടുക അല്ലേ. മുടി വെട്ടലെങ്ങനെ? മുടി വെട്ടേണ്ടത് നമ്മൾ തുല്യമായിട്ടാണ്, കറക്റ്റായിട്ടാണ് മുടി വെട്ടുന്നത്. പിന്നെ ഇപ്പം എല്ലാവരും മുടി വെട്ടണത് എങ്ങനെയാണ്? ഖസ് എന്ന് പറയും. ഖസ് ഒരു ഭാഗം പണ്ടൊക്കെ കുറച്ചൊക്കെ വെച്ചിന്, ഇപ്പം ഇല്ല. അപ്പം ശരിക്ക് ഒരു ഭാഗം പഠിക്കുക, ബാക്കി ഭാഗം അതേപോലെ വെക്കുക. ഇപ്പം ട്രെൻഡ് അതല്ലേ അല്ലേ. അങ്ങനെ ചെയ്യാന്നുള്ള ആരുടെ ഇഷ്ടമാണ്? നമ്മളിഷ്ടം അല്ലേ. സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഇഷ്ടം നമുക്കുണ്ടാകുമ്പോൾ, നമ്മളെ ശരീരമാണല്ലോ അത്, നമ്മളെ ഡ്രസ്സാണല്ലോ, നമ്മളുടെ മുടിയാണല്ലോ, അതാണല്ലോ നമ്മുടെ ഇഷ്ടം, അതെല്ലാം നമ്മൾ ചെയ്യുക സ്വാഭാവികമായിട്ട്. അപ്പം നിങ്ങളെക്കാൾ നിങ്ങൾ റസൂലിനെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? അത് ചെയ്യരുത്. കാരണം മാസ്ഫല മിനൽ കഅബൈൻ, ഞെരിയാണിക്ക് താഴെ വരുന്ന വസ്ത്രം ഫഫിന്നാർ, അതെവിടെയാണ്? നരകത്തിലാണ്. അത് നരകത്തിലാണ്. ആ പാൻറ്റാ നരകത്ത് പോണേ. ആ പാൻറ്റിന്റെ കാലും അതിന്റെ ഉടലും മൊത്തം തലയൊക്കെ എങ്ങോട്ടാണ്? നരകത്ത് കാണുന്ന. ആര് പറഞ്ഞതാണ്? റസൂൽ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മൾ അവിടെ ആരെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കണം? അതാണ് നമ്മൾ പറഞ്ഞ എന്നെക്കാൾ ഞാൻ റസൂലിനെ ഇഷ്ടപ്പെടുന്നു അല്ലേ. ഇനി മുടി വെട്ടുന്ന വിഷയം എടുക്കുക, കുറച്ച് ഭാഗം ചുരണ്ടി കളയുകയും ബാക്കി ഭാഗം ഇങ്ങനെ വെക്കരുതെന്നാണ്, ഹറാമാണ്. നഹാനിൽ ഖസ, ക്രോപ്പ് ചെയ്യുന്നതിനെ പ്രവാചകൻ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇഷ്ടം അങ്ങനെ മുടി വെട്ടണം എന്നാണ്. അങ്ങനെ വെട്ടാതിരിക്കലാണ് ആരിഷ്ടം? പ്രവാചകൻ. അതാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നെക്കാൾ എന്ന് പറഞ്ഞതിന് നമ്മൾ കൊടുക്കേണ്ട അർത്ഥം. മനസ്സിലായ? എന്നെക്കാൾ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തെ അവിടെ അടക്കി വെച്ചിട്ട്, നമ്മളുടെ താല്പര്യത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പ്രവാചകന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുക. പ്രവാചകൻ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുക. മനസ്സിലായത്? അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളേണ്ട കാര്യം. നമ്മൾ പ്രവാചകനോട് ഇഷ്ടമുണ്ട് എന്നറിയില്ലേ? പ്രവാചകനോട് ഇഷ്ടമുണ്ടായാലേ നമുക്ക് ആരും ഇഷ്ടപ്പെട്ടുണ്ടാവുള്ളൂ? അള്ളാഹിന്റെ ഇഷ്ടം ഉണ്ടാവുള്ളൂ. എന്തായത്? ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ്, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രവാചകനെ പിൻപറ്റിയാൽ മതി എല്ലാ കാര്യത്തിലും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് പിൻപറ്റാൻ. തഹജ്ജുദ് എല്ലാവരും നിസ്കരിക്കണ്ടോ? എല്ലാവരും നിസ്കരിക്കണ്ടോ? അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ, ഇവിടുന്ന് മാത്രമാണോ പെരേ പോകുമ്പോൾ നിസ്കരിക്കണ്ടോ?
ഉണ്ട്. മാഷാ അല്ലാഹ്, വളരെ നല്ല കാര്യം. അത് നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശീലാക്കണം. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താ? ഇറങ്ങി വരും, എന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടേ വേണ്ടേ. അപ്പോൾ എല്ലാവരും എന്താക്കും? കടന്നുറങ്ങും. നമ്മളെന്താക്കും? എണീറ്റ് ആകാശത്ത് നിന്നൊരു ഫ്ലൈറ്റ് എടുത്ത് അല്ലെങ്കിൽ ഡ്രോൺ പറപ്പിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെ വാദിർ റഹ്മ ആ ഒരു സമയത്ത് ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുന്നില്ലേ? അതുപോലെ ഒരു ആകാശത്തിൽ ഒരു വ്യൂവിൽ നിങ്ങളെ ഈ സ്ഥാപനം കണ്ട് തിളങ്ങി നിൽക്കുന്നുണ്ടാവും. എപ്പം? ആ ഒരു തഹജ്ജുദിൻ്റെ സമയത്ത് ആ ഒരു വ്യൂ ആണ് ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ശീലാക്കുക. ഒരവസ്ഥയിലും നമ്മൾ ഒഴിവാക്കരുത്. പ്രവാചകനത് ഒഴിവാക്കിയിരുന്നില്ല. പ്രവാചകനത് എല്ലാ വക്തിൻ്റെ മുമ്പും പിമ്പുമുള്ള റവാത്തിബ് സുന്നത്ത് ഒഴിവാക്കാനുണ്ടോ? പറ്റിക്കേണ്ടോ? ഉസ്താദ്മാരെ നിസ്കരിച്ച് അറിഞ്ഞിരിക്കേണ്ടോ? നിസ്കരിക്കാതെ വർത്താനം പറഞ്ഞിരിക്കേണ്ടോ? ഇല്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ? നിസ്കരിക്കുക, കറക്റ്റ് അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകൾ അല്ലേ? ഒരുപാട് സുന്നത്തുകളില്ലേ? വെള്ളം കുടിക്കുമ്പോഴുള്ള ഉറങ്ങുമ്പോഴുള്ള സുന്നത്തുകൾ. നമ്മൾ ഉറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലില്ലേ? ഫാത്തിമ തസ്ബീഹ്. എന്താണ്? ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ. പിന്നെ അത് ഈ 34 ഉള്ളത് എന്താ ഹദീസ് അറിയാം? അതൊരിക്കൽ ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ അടുത്ത് എന്ന് പറഞ്ഞത്, എനിക്ക് ജോലിക്ക് ഒരാളെ സഹായത്തിന് വേണം, പണിയെടുത്ത് ഞാൻ കുഴങ്ങിക്കുന്നത്. റസൂലുള്ള അവിടെ ഇല്ല, ആയിഷ ബീവി ഉള്ളൂ. അപ്പോൾ ആയിഷ ബീവി വന്നപ്പോൾ രാത്രി റസൂലുള്ള ഈ വിവരങ്ങൾ പറഞ്ഞു. റസൂലുള്ള രാത്രി ഓരോരുത്തേക്ക് പോയി. ആരടുത്തേക്ക്? ഫാത്തിമ ബീവി റളിയല്ലാഹു കടന്നുറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് പ്രവാചകൻ കയറി. ഇത് പറയാ, പ്രവാചകൻ്റെ കയ്യിൻ്റെ തണുപ്പ് എൻ്റെ നെഞ്ചത്ത് തട്ടിയെന്ന് ആര് പറയാണ്? നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചതിനേക്കാൾ ഉത്തമമായൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്നിട്ടാണ് ഈ ദിക്റുകൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അലി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് മുതൽ ആ രാത്രി മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താക്കിയിട്ടില്ല, അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ആരാ ചോദിച്ചു? സിഫീൻ യുദ്ധത്തിൻ്റെ അന്നും അങ്ങനെ തന്നെയാണോ? അലി റളിയല്ലാഹു അൻഹു പങ്കെടുത്തൊരു യുദ്ധമാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ നടന്നൊരു യുദ്ധമാണിത്, സിഫീൻ ജമലൊക്കെ യുദ്ധം. ആ ഒരു യുദ്ധത്തിൻ്റെ രാത്രി അത്രക്കും ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. അന്നും നിങ്ങൾ പിന്നെ മറന്നുപോയില്ലെന്ന്? ഇല്ല, അന്നും ഞാനത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സുന്നത്തുകൾ ചെയ്യാൻ അവർ കാണിച്ചൊരു താല്പര്യം മനസ്സിലായില്ലേ? ഒരു സഹാബി പറയുന്നുണ്ട്, ഏതോ ഒരു പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഈ മയ്യത്ത് കബറടക്കാൻ നമ്മൾ പോകില്ലേ, മയ്യത്ത് നിസ്കാരത്തിന് പോലെ സാധാരണ നമ്മളെന്താക്കും? നിസ്കരിച്ച് തിരിച്ചു പോകും കുറേ ആൾക്കാർ. അപ്പോൾ ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആദ്യം വിചാരിച്ചത് നിസ്കരിച്ച് പോന്നാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളതാണ്. ഖബറടക്കം കൂടി ചെയ്ത് എത്ര ഖീറാത്ത് കിട്ടും? 2 ഉഹുദ് മലയോളം വരുന്ന സ്വർണത്തിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. ഇത് അറിയില്ലായിരുന്നു ആർക്ക്? ഉമറുള്ളത്. അപ്പോൾ ഇത് ആയിഷാവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ സ്ഥിരീകരിച്ചു. അപ്പോൾ മൂപ്പര് ഭയങ്കര ടെൻഷൻ, പഠിച്ചോനെ എത്ര ഖീറാത്താണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്, എത്ര ഖീറാത്താണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നിങ്ങനെ പറഞ്ഞ് വിലപിച്ച് കരയുന്ന അവസ്ഥ. അപ്പോൾ മുത്തുനബിയാണ് നമ്മളുടെ മാതൃക, അതാണ് നമ്മളുടെ ജീവിതം. അള്ളാഹുവിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. ഏതാ വഴി? റസൂലുള്ളാ. ഈ റസൂലുള്ളാ എന്നുള്ളതൊക്കെ നമുക്ക് ഒരിക്കലും ഒളിച്ചു വെക്കാൻ പറ്റില്ല. എങ്ങനെ? എനിക്ക് റസൂലിനോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട് നിങ്ങൾ മനസ്സ് വെച്ചെടുക്കാൻ പറ്റും? കഴിയോ? അത് പുറത്ത് കയറും. എങ്ങനെ വരിക? സുന്നത്തുകളിലൂടെ. നമ്മുടെ വേഷം, നമ്മളുടെ സ്വഭാവം, നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ ഭക്ഷണ രീതികൾ, അതിലൂടെയൊക്കെ ആ സുന്നത്തുകൾ ഇങ്ങനെ നേലിച്ച് കാണുമെന്നുള്ളൂ. മനസ്സിലായോ? അപ്പം അങ്ങനെ നല്ല മുത്തബി സുന്നകളായി മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നേരിട്ട് അള്ളാഹു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വർത്തഖി എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി കയറിപ്പോകാൻ പറ്റുന്ന യഥാർത്ഥ ഹാഫിദുകളായി മാറാൻ നമുക്ക് കഴിയണം. മനസ്സിലായില്ലേ? പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണം? നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് പഠിക്കണ്ടോ? എത്ര പേജാണ് പുതിയാടം കൊടുക്കൽ? എത്ര? ഒരു പേജാണോ നിങ്ങളെ കണക്ക് കൊടുത്ത്? അതിൽ കൂടുതൽ കഴിയൂല. കണക്കൊന്നുമില്ല, ഇത്രയും കൊടുക്കാം. 2 പേജ് 3 പേജൊക്കെ കൊടുക്കണമല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പഴയപാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിങ്ങൾ അലമ്പരുത് കേട്ടാ. പഴയപാട് ഒരിക്കലും അലമ്പരുത്. പഴയപാടത്തിൽ അലമ്പിയാൽ ഇപ്പം നല്ല സുഖമായിരിക്കും, അവസാനമാകുമ്പോൾ കുറച്ച് കഷ്ടപ്പെടും. പഴയപാടത്തിൽ ഉഡായിപ്പ് കാണിക്കരുത്. ഉസ്താദ് വല്ലപ്പോഴും മറ്റുള്ളവരായിട്ട് കേൾപ്പിക്കാൻ പറയുമ്പോൾ ഒരിക്കലും എന്താക്കരുത്?
ഉടായ്പ് കാണിക്കരുത്, പേജ് മുക്കരുത്. മനസ്സിലായ? അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് നമ്മൾ എപ്പോഴും അറിയുള്ളൂ, പിന്നെ അറിയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട പാടേതാണ്? അതാണ് നിലനിർത്തൽ, അതാണ് നമ്മുടെ റിപ്പീറ്റേഷൻ. ഉദാഹരണത്തിന് ഒരു കാര്യം നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന അത്രത്തോളം നമ്മളുടെ ബ്രെയിനിൽ അത് ഇരിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ പുതിയാടം പഠിക്കൂലേ? ഉദാഹരണത്തിന് നാദരോധില്ല, പുതിയാടം ഒരു തെറ്റ് പഠിച്ചേച്ച് രാത്രി മുഴുവൻ കുത്തിരുന്ന തെറ്റ് പഠിച്ചേച്ച് ഹുൽക്ക് എന്നുള്ളടത്ത് ഹൽക്ക് എന്ന് ഓതി. ഉദാഹരണം പറയും, ഹൽക്ക് 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 എന്ന് പഠിച്ചു. രാവിലെ ഓതി വരുമ്പോൾ അതെന്ത് ഹൽക്ക് ഓതി. ആ തെറ്റ് അവിടെ തിരുത്തിയത് എത്ര പ്രാവശ്യം? രാവിലെ ഉസ്താദിൻ്റെ അടുത്ത് വരുമ്പോൾ ഒറ്റ പ്രാവശ്യം തിരുത്തി. അത് കേട്ടത് ബ്രെയിൻ എത്ര പ്രാവശ്യം? തലേന്ന് എത്ര പ്രാവശ്യം കേട്ട്? കുറേ പ്രാവശ്യം കേട്ടില്ലേ? അപ്പം ഏതാ അവിടെ ഉറച്ചിക്കുക? തെറ്റാണോ ശരിയാണോ? തെറ്റ്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ തെറ്റുകൾ വരുമ്പം തിരുത്തിയ തെറ്റുകൾ മാറാൻ വരട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്നാലും എന്താക്കില്ല അവിടെ അതേ ഓതും. കാരണം നമ്മളെ മൈൻഡിലേക്ക് കരുത് ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആവർത്തിച്ചതാണ്. അപ്പം നാദിറ നന്നായി ശ്രദ്ധിക്കണം. പുതിയ ആൾ തൊട്ട് ചെയ്യാറുണ്ടാവും. നിങ്ങൾ തൊട്ട് മുമ്പിലുള്ള ജ്യൂസുകളിലുള്ള ആളുകളെടുത്ത് ഓദിപ്പിക്കുക, പറ്റുമെങ്കിൽ ഉസ്താദ്മാരെടുത്തിട്ടും ഓദിപ്പിച്ചിട്ട് നല്ല ഉഷാറായിട്ട് പോവാം. നിങ്ങളെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക. എന്താ നിങ്ങളെ ലക്ഷ്യം? ഹാഫിലായിട്ട് സ്വർഗത്ത് പോകണം, ഹാഫിലായിട്ട് സ്വർഗത്ത് പോകണം അല്ലേ? വലിയ ലക്ഷ്യം തന്നെ അല്ലേ? അതും നമ്മൾ ജീവിതത്തിൽ നമുക്ക് പിന്നെ നമ്മൾ വലിയ വെല്ലുവിളികളാണ്. കാരണം നമ്മൾ സ്കൂളിൽ പോകുന്നില്ല അല്ലെ? സ്കൂളിൽ പോകണ്ടോ? ഇവിടെ നിന്നുള്ള സ്കൂളല്ലേ? പോകുന്നുണ്ട്, 10ാം ക്ലാസ് മാത്രം. ബാക്കിയുള്ളവർ പോകണ്ടോ? അപ്പം ആ ഒരു വലിയൊരു ഖുർആൻ പഠിച്ചാലും സ്കൂൾ നമുക്ക് പഠിക്കാൻ കഴിയുമെന്ന് നമുക്ക് എന്ത് പറ്റണം? ആരൊക്കെ ഫോട്ടോ കണ്ടല്ലോ, എന്തോ ക്യൂസ് മത്സരത്തിനോ ബസ്റ്റിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഞാനോ കണ്ടതാ. പിന്നെ ഇന്നലെ ഒരാളെ ഫോട്ടോ കണ്ടല്ലോ ഉസ്താദിൻ്റെ സ്റ്റാറ്റസിൽ. 1-2 ആൾക്കാരെ ഫോട്ടോ നന്നായിട്ട് ഇങ്ങനെ വന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. മാഷാ അല്ലാഹ്, അഭിനന്ദനങ്ങൾ. അതിലൊക്കെ നമ്മൾ മുന്നേറുക. ഖുർആൻ ഒരു വൈക്ക് നല്ലൊരു പഠിക്കുക. അതുപോലെ തന്നെ ഈ പഠനങ്ങളിലും ഒരു കുറവുണ്ടായിരുന്നു. മനസ്സിലായല്ലേ? ഇപ്പം ഞങ്ങളൊക്കെ മതസ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ചത്. ഞങ്ങളൊക്കെ എന്ത് കഴിഞ്ഞിട്ടുണ്ട്? PG. ഉസ്താദും PG കഴിഞ്ഞിട്ടുണ്ട്, ഞാനും PG കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് പല കോഴ്സുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൗൺസിലിംഗ്, സൈക്കോളജി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് നമ്മളൊരു ടാർഗറ്റ് മുന്നിൽ കണ്ടിട്ട് വേണം നമ്മളെ പഠനത്തെ നമ്മൾ കൊണ്ടുപോകാൻ. മനസ്സിലായോ? നിങ്ങളൊരു ലക്ഷ്യം കാണുക, ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുക. അതിനെതിരെ നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും നിങ്ങൾ മാറ്റി നിർത്തുക. മനസ്സിലായോ? എല്ലാ തടസ്സങ്ങളും നിങ്ങൾ വെട്ടിമാറ്റുക. നിങ്ങളെ തടസ്സങ്ങളെ മാറ്റാൻ വേറെ ആരെങ്കിലും വരുമോ? നിങ്ങൾ റോട്ടുമ്പോൾ കൂടെ നടന്നു പോവുക, മുന്നിൽ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലൊരു കല്ലുണ്ട്, വേറെ ആരെങ്കിലും മാറ്റി തരുമോ? നമ്മൾ തന്നെ അവിടെ ഇങ്ങനെ പോകാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റെക്കടിച്ച് നിൽക്കാം. തടസ്സങ്ങൾ എപ്പോഴും വരും അല്ലേ? പല രീതിയിലുള്ള തടസ്സങ്ങൾ വരും. ശൈത്താനിൻ്റെ ആളാ, എങ്ങനെങ്കിലും ഇവനങ്ങോട്ട് വലിക്കണം എന്നുള്ള പല നേക്കുവാരെടുത്തുണ്ടാവും. പല ചിന്തകളും നമ്മളെ മനസ്സിലേക്ക് ഇട്ടത്. ഓൻ അതിനായിട്ട് നിൽക്കുകയാണ്. ഓൻ്റെ പണി അതാണ്. ഓൻ പടച്ചോനോട് പറഞ്ഞിന്, ഞാൻ എൻ്റെ അടിമകളെ വഴി തെറ്റിക്കുമെന്ന്. ലാഖൂതന്ന സിറാത്തൽ മുസ്തഖീം, എൻ്റെ മാർഗത്തിൽ ഞാൻ ഇരുന്നിട്ട് പോലെ. അവൻ പറഞ്ഞ് എൻ്റെ നല്ല അടിമകളെ എനിക്ക് തൊട്ടാൻ കഴിയില്ല. എൻ്റെ നല്ല അടിമകളെ നല്ല അടിമകൾ അതിനെ പിന്മാറ്റി മുന്നോട്ട് പോകും, അതിനെ വകഞ്ഞ് മുന്നോട്ട് പോകും. കുറച്ച് ബലഹീനരാകുമ്പോൾ അവിടെ സ്റ്റെക്കായി പോകും എന്നൊക്കെയാണ്. എന്ത് തടസ്സങ്ങൾ നമ്മൾ മുന്നിൽ വന്നാലും അതിനെ സ്വയം നമ്മൾ മാറ്റുക. അങ്ങനെ സമൂഹത്തിന് മാതൃകയാകുന്ന നല്ല മക്കളായിട്ട് നമ്മൾ മാറുക. മനസ്സിലായ? നല്ല മക്കളായിട്ട് ഖുർആൻ പഠിച്ചത് കൊണ്ട് ഹാഫിളാണ്, നല്ല ഖുർആൻ ഓതുന്നു, പിന്നെ ആശയം പറയുന്നു, അർത്ഥം പറയുന്നു. ഭൗതികമായിട്ട് മാഷാ അല്ലാഹ് നല്ല രീതിയിൽ പഠനമുണ്ട്. ജോലിയും ദുന്യാവും പൈസ ഒക്കെ ആര് തരും? പഠിച്ചോ. നമുക്ക് അതിൻ്റെ കാര്യത്തിൽ ബേജാറാണ്. നമുക്ക് പഠിച്ചിറങ്ങുന്നത് വരെ ഞങ്ങൾ എന്ത് ജോലി ചെയ്യണമെന്ന് നമുക്കറിയില്ല. മനസ്സിലായില്ലേ? പഠിച്ചിറങ്ങുന്നത് വരെ പഠിച്ചോൻ അൽഹംദുലില്ലാ ഒരു സ്ഥാപനത്തിലാക്കി, അതിന് ശേഷം വേറൊരു സ്ഥാപനത്തിലാക്കി. ഇപ്പം നമ്മൾ 3-4 സ്ഥാപനങ്ങൾ അവിടെ നോക്കി നടത്തുന്നുണ്ട്. ഹിഫ്ലുണ്ട്, അറബി കോളേജുണ്ട്, ചെറിയ കുട്ടികളുടെ അൽഫിത്ര സ്കൂളില്ലേ, അങ്ങനത്തെ സ്കൂളുണ്ട്. അവിടെ ഒരു പള്ളിയിൽ നമ്മൾ ഖുതുബക്കും നിൽക്കുന്നുണ്ട്. എന്തേ? നല്ല ജോലിയല്ലേ? എന്താ കുറവുണ്ടോ? അന്തസ്സുള്ള പണിയല്ലേ? മനസ്സിലായില്ലേ? അന്തസ്സുള്ള പണിയല്ലേ? ഏറ്റവും വലിയ അന്തസ്സ് നമ്മളുടെ ഖുർആൻ. നമ്മൾ ഖുർആൻ കൊണ്ട് ഖുർആൻ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ
എന്തും നമ്മളെ പിന്നിൽ ഇങ്ങോട്ട് വരും. നമ്മൾ ഖുർആനെ മാറ്റി വെച്ച് വേറെ എന്തെങ്കിലും പിറകെ പോയാൽ ആ പോക്കന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിൻ്റെ പിറകെ ഇങ്ങനെ ഓടും, നമുക്കത് കിട്ടില്ല. പക്ഷെ നമ്മൾ ഇവിടെ കുത്തിരുന്ന് നമ്മളെ പണിയിരിക്കുകയാണെങ്കിൽ സാധനം ഇങ്ങോട്ട് ഇതിലായോ. അത് അനുഭവം കൊണ്ട് പറഞ്ഞത് മക്കളെ, വെറുതെ പറഞ്ഞതല്ല, അനുഭവം കൊണ്ട് പറയണം. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്തതിൻ്റെ പേരിലൊന്നും വിഷമിക്കണ്ട. ഞാൻ 2008 SLC കഴിഞ്ഞ്, 2008. എന്നിട്ട് ഞാൻ +2 കഴിഞ്ഞപ്പോഴാണ് ഏകദേശം നിങ്ങൾക്ക് അറിയാം 2016 എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? 8 കൊല്ലം കഴിഞ്ഞിട്ട്. ശരിക്ക് 8 കഴിഞ്ഞാൽ എപ്പം കഴിയണം? 10 കഴിയണം. ഞാൻ പഠിച്ചില്ല, സ്കൂളിൽ പോയില്ല. ഞാൻ ഖുറാനും ഹദീസും മാത്രം പഠിച്ചു 8 കൊല്ലം. 6 കൊല്ലം കണ്ണൂരും 2 കൊല്ലം ലക്നൗവിലും. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ജോലി കയറിയപ്പോഴാണ് ഞാൻ വന്ന് എന്ത് ചെയ്തത്? +2 ചെയ്തത്. NIOS ആണ് അവിടെ, അല്ലല്ലോ CBSE. നിങ്ങളെന്താ പഠിക്കണേ? NIOS സ്റ്റേറ്റ് സിലബസ്. അപ്പം അത് പഠിച്ചു. അതിനുശേഷം ഡിഗ്രി എടുത്തു, അതിനുശേഷം PG എടുത്തു. ഇനിയിപ്പോൾ PhD എടുക്കാൻ പോകും. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കഴിയാത്തത് ഒരു കാര്യം ഭൂമിയിലില്ല. ഖുറാൻ പഠിച്ചതിൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾ പിറകോട്ട് ആവില്ല. മനസ്സിലായി? ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളൊക്കെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ആർക്കാം? ഹാഫിളുകൾക്ക്. അല്ലേ? ഖുറാൻ അത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ എക്സസൈസാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ. ഇത്ര ഓതുണ്ട്, നിങ്ങൾ ഇത്ര മനപ്പാടാക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഖുറാൻ്റെ താഴെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു രീതിയിൽ നമ്മളെ പഠനങ്ങൾ ക്രമീകരിച്ച് ലക്ഷ്യങ്ങൾ നന്നാക്കി അതിൻ്റെ ഇടയിൽ വരുന്ന തടസ്സങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകാം. ശൈത്താന് ഇഷ്ടമല്ല എന്ത് നമ്മൾ പഠിച്ചു പോകണത്. നമ്മൾ ലക്ഷ്യം വെച്ച് പോവുക, അങ്ങനെ പോവുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിത്തന ഉണ്ടാക്കാൻ ശൈത്താൻ പല കൊലത്തിന് വരും. ചിലപ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇട്ട് എത്തപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് പെരവായാലോ, അല്ലേ? ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടൊന്നും വലിയ കാര്യം ഒക്കെ തോന്നും. അതിനൊക്കെ നമ്മൾ തള്ളി മാറ്റുക. അതൊക്കെ ശൈത്താൻ നമ്മളുടെ മനസ്സിലിടുന്ന ദുർചിന്തകളാണ്. അതിനൊന്നും ഇപ്പം എന്ത് പറയുക, അവസ്ഥ ഇതില്ല. എന്ത് അഴുതുമില്ല. രാവിലെ വൈകുന്നേരത്തിന് ദിക്കറുകൾ ചെല്ലാറില്ലേ? എപ്പോഴാണ് ചെല്ലല്? വൈകുന്നേരമില്ലേ? ആ ദിക്കറുകൾ നിർബന്ധമായിട്ട് ജീവിതത്തിൽ പതിവാക്കുക. ഇവിടെ നിന്ന് മാത്രമല്ല, അപ്പം നമ്മളൊക്കെ ഇപ്പോഴും അത് ചെയ്യണത് നമുക്ക് നമ്മളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയ ശീലം കൊണ്ടാണ്. നമ്മളെപ്പോഴും തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഇപ്പോഴും നമ്മൾ ദിക്കറുകൾ പൂർത്തിയാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങളെപ്പോലെ പഠിച്ച സമയത്ത് നമുക്ക് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയ ശീലമാണ്. അതിൻ്റെ ഒരു ബർക്കത്ത്, അതിൻ്റെ ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്. അത് ഈ പുറത്ത് എന്തെങ്കിലും പറഞ്ഞ് നടക്കുന്നവർക്ക് അത് തിരിയില്ല. അതാർക്കേ തിരിയുള്ളൂ? നമുക്കേ തിരിയുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ പാതയിൽ നമ്മൾ എന്താക്കണം? മുന്നോട്ട് പോകണം. ഒരിക്കലും തളരരുത്. ഹിഫ്ള് ഏറ്റവും നല്ല രീതിയിൽ നല്ല ഹാഫിള്, ഓർമ്മയുള്ള ഹാഫിളാണ്. നിങ്ങൾ ഖുറാന്, ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഖുറാനിൽ നിങ്ങൾ പറയുമോ? ബാക്കിയോ ഇതോ ചോദിച്ചാൽ ഇതോ അർത്ഥമൊക്കെ അറിയാം? ഖുറാൻ്റെ അർത്ഥം പഠിക്കണ്ട നിങ്ങൾ? എങ്ങനെ 2 ദിവസം അതിലെങ്ങനെ പഠിക്കണ അർത്ഥം? എങ്ങനെ? ഏതൊക്കെ സൂറത്തിൻ്റെ അർത്ഥം അറിയാം? അബൂലഹബിൻ്റെ നാശം എന്ന് പറഞ്ഞ സൂറത്ത് ഏതാ? നിസ്കരിക്കുന്നവർക്കാണ് നാശം എന്ന് പറയുന്ന സൂറത്ത് ഏതാ? ആയത്തേതാ? ഫവൈലുൽ. അപ്പം നിങ്ങൾ ഉഷാറാണല്ലോ, നിങ്ങൾ മാഷാ അല്ലാഹ് ഉഷാറാണല്ലോ. അങ്ങനെ നമുക്ക് ആശയങ്ങൾ പറയുമ്പം പിന്നെ ആയത്തുകൾ കിട്ടണം. ഞാൻ ചോദിക്കാണ്, ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാൻ പഠിക്കുന്നുണ്ടാവും. ഞാൻ ചെറിയൊരു ഓപ്ഷൻ പറയാൻ വെച്ചാൽ നമ്മൾ ഈ ഒരു ജുസ് ഒക്കെ കഴിയൂലേ? ജുസ് കഴിയുമ്പോൾ ടെസ്റ്റ് ഉണ്ടോ? ടെസ്റ്റില്ല. ജുസ് കൊടുക്കും, അതിന് ശേഷം ടെസ്റ്റ് ഉണ്ടോ? ഉണ്ടാ ചോദിക്കുമോ ചോദ്യങ്ങൾ? അപ്പോൾ ആ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മൾ വെറുതെ ഒന്ന് അതിൻ്റെ തഫ്സീർ എടുത്ത് നോക്കുക. വെറുതെ പഠിക്കൊന്നും വേണ്ട കേട്ടോ, അർത്ഥം വെച്ച് ഇങ്ങനെ ഒന്നും പഠിക്കണം. വെറുതെ ഒന്ന് വായിച്ചിട്ടേക്കുക. ഇപ്പം എത്ര സഭ. അപ്പം ഫിറൗവിൻ്റെ അടുത്തേക്ക് മൂസാ നബിനോട് പോകാൻ പറഞ്ഞ ആയത്തേതാണ്? അമ്മ ജുസീല. ഇദ്ഹബ് ഇലാ ഫിറൗന
അത് കിട്ടില്ലേ? ഇന്നഹു തക. ഫിറോൻ്റെ അടുത്തേക്ക് പോവാ, ഫിറോൻ ആകെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അറിഞ്ഞില്ലേ? അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തുന്ന ആളുകൾക്കാണ് നാശം എന്ന് പറഞ്ഞാൽ അമ്മ ജ്യൂസ് ചെയ്യില്ല. പറയും വൈലുല്ലി മുത്തഫിഫീൻ, വൈലുല്ലി അല്ലദീന ഇദക്താലു അല്ലേ? അതാണ് അളവ് തൂക്കത്തിൽ. പിന്നെ ആഖിറമാണ് നിങ്ങൾക്ക് ഉത്തമവും ഏറ്റവും ശേഷിക്കുന്നത്, എന്നും ശേഷിക്കുന്നതും. ആഖിറത്തു ഖൈറും വഅബഖ. ഖൈറുൻ ലക മിനൽ ഊല എന്ന് പറയുന്നുണ്ട്, ഖൈറും വഅബഖ എന്നുണ്ട്. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ ആശയങ്ങൾ കൂടി ഇപ്പോഴേ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് എന്താക്കാൻ പറ്റും? പ്രവർത്തിക്കാൻ പറ്റും അല്ലേ? പിന്നെ ഏത് സൂറത്തിലാ വൈലും യൗമൈദിൻ ലിൽ മുകദ്ദിബീൻ കുറേ പറഞ്ഞ് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നരകത്തെക്കുറിച്ച് ഇന്നതാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്ക് പറയാ. അന്ന് നിഷേധിക്കുന്നവർക്ക് നാശമാണ്. ആരോടായി പറഞ്ഞേ? ആരോടാ പറഞ്ഞേ? നമ്മളോടായി പറഞ്ഞേ. ഇന്നൊക്കെ ഞാൻ നേരത്തെ ഓതിയ ആയത്തിൽ എന്ത് ഇന്നൊക്കെ അല്ല, മറ്റേ നമ്മൾ അഹങ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ലാത്തംഷിപ്പില്ലായിരുന്നു മറഹ. ആരോടെ പറഞ്ഞു? എന്നോട് പറഞ്ഞു വലിയ ആളായിരിച്ച് ഇപ്പം അതിൻ്റെ ഖുറാനൊക്കെ പഠിച്ച് വലിയ സ്ഥാപനമൊക്കെ വലിയ ആളായിട്ടൊന്നും ചെയ്ത് നടക്കണ്ട. ആരോടാ പറഞ്ഞേ? ആരോടാ പറഞ്ഞേ? എന്നോടാ പറഞ്ഞേ. മനസ്സിലായ? അല്ലെങ്കിൽ നമ്മളോടാണ് പറഞ്ഞേ. അത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ? മഹറജ് ശ്രദ്ധിക്കണം, തജ്വീദ് ശ്രദ്ധിക്കണം, പാഠങ്ങൾ സാവധാനം തർത്തീലായിട്ട് ഓടി പഠിക്കണം. സ്പീഡ് കൂടി പാഠം കൊടുക്കുമ്പോൾ പൊതുവെ ഒരു സ്പീഡ് ഉണ്ടാവും അല്ലേ? ആ സ്പീഡ് നമ്മളുടെ മറ്റു ഒത്തുകളിൽ ഉണ്ടാവരുത്. പരമാവധി തജ്വീദിൻ്റെ പിന്നെ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പാഠം കൊടുക്കണം. നിങ്ങളൊരു തീരുമാനം എടുക്കുക, എൻ്റെ പാഠം ഒരു ദിവസം എന്താവില്ല, മുടങ്ങൂല. ഒരു പാടും മുടങ്ങൂല, പുതിയ പാടും മുടങ്ങൂല, ജുസ്വാടും മുടങ്ങൂല, പഴയപാടും മുടങ്ങൂല. ഞാൻ മുടക്കൂല. ഞാനങ്ങനെ തീരുമാനിച്ചാൽ മുടക്കാൻ പിന്നെ ആർക്കും ഇവിടെ കഴിയൂല. മനസ്സിലായോ? അങ്ങനെ ഒരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ പാഠം കൊടുത്തില്ല കുഴപ്പമൊന്നുമില്ല, അപ്പം അങ്ങനെ പൊയ്ക്കോളും. അങ്ങനെയാണെങ്കിലാ ഇങ്ങനെ തട്ടിമുട്ടി പോകും. പാഠം കൊടുത്തില്ലെങ്കിൽ നമുക്ക് വലിയ വിഷയം. എനിക്കൊരു ടാർജറ്റ്, ഞാൻ ഇന്ന ദിവസത്തിൽ ഹാഫ്, ഇന്ന മാസത്തിൽ എൻ്റെ 50 പേജ് കഴിയും പുതിയ ആൾ അല്ലേ? ആ ഒരു തീരുമാനം എടുക്കുക. പഴയപാട് എങ്ങനെ നിങ്ങൾ പഠിക്കൽ? ഒറ്റ പ്രാവശ്യം ഓതിയൊക്കെ പോയി ഓതി നോക്കും. എത്ര കുച്ചാരങ്ങൾ? ഒരു ജുസ് തന്നെ ഒറ്റ പ്രാവശ്യം ഓതി നോക്കിയിട്ട് പോകും. 2 പ്രാവശ്യം എങ്ങനെ ഓതും? കണ്ടിട്ടോ അതോ കാണാതെ ഓതും? ഒരട്ടം കണ്ടിട്ടും ഒരട്ടം ഒരു പേജ് കണ്ടിട്ട് പിന്നെ കാണാതെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഫുൾ ഓതിയിട്ടാണ്. അപ്പോൾ 1 പ്രാവശ്യം ഓതുമ്പോൾ പഠിക്കും. അപ്പോൾ എനിക്ക് പഠിക്കും. ഓരോരുത്തർക്കും ഓരോ അവസ്ഥ ശരിയാണ്. ഓരോരുത്തർക്ക് ചില ആൾക്ക് 3 പ്രാവശ്യം ഓതുന്നുണ്ട്, 4 പ്രാവശ്യം ഓതുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു. അങ്ങനെ പഠനത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാവണം, കൃത്യമായ ടാർഗറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലായില്ലേ? ആ ഒരു രീതിയിൽ നമ്മൾ എന്താക്കുക, മുന്നോട്ട് പോകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മനസ്സിലായി? സമയം ഒരുപാടായി. പിന്നെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഖുർആൻ്റെ അഹലുകാരായിട്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഖുർആനെ നമ്മളുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കട്ടെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മളെ മുത്തുനബിയെ കൂടുതൽ സ്നേഹിക്കുവാനും ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ പോകാനും പ്രവാചകൻ്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാനുള്ള തൗഫീക്ക് പടച്ചോൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റി അതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീക്ക് പടച്ചോൻ നമുക്ക് നൽകട്ടെ. നാളെ ആഖിറത്തിൽ വരുമ്പം പടച്ചോൻ നമ്മളോട് പറഞ്ഞതുപോലെ ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫിദ്ദുന്യ എന്ന് പറയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ പടച്ചോൻ. എന്നിട്ട് സ്വർഗത്തിലേക്ക് അന്തസ്സോടുകൂടി കയറിപ്പോകുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ പടച്ചോൻ. ഞങ്ങളെ മാതാപിതാക്കളെ കബൂലാക്കണേ പടച്ചോൻ. അവർ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ, അവർക്ക് കൺകുളിർമയേകുന്ന നല്ല മക്കളാക്കി ഞങ്ങളെ നീ കബൂലാക്കാൻ പഠിച്ചു. അവർക്ക് സന്തോഷം നൽകുന്ന, അവരുടെ സ്നേഹം പിടിച്ചു പറ്റുന്ന, അവരുടെ തണലിലായി മരണം വരെ ഞങ്ങളെ ജീവിപ്പിക്കാൻ പഠിച്ചു. അവരോടൊപ്പം നിൽക്കാൻ, അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഒരു വാക്കും ഞങ്ങളിൽ നിന്ന് ഉണ്ടാക്കല്ല പഠിച്ചു. സന്തോഷം തരണ പഠിച്ചു. ഞങ്ങൾ ആഖിറം നന്നാക്കി തരണ പഠിച്ചു.
ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണ പഠിച്ചു, ആശങ്കകളൊക്കെ മാറ്റിത്തരണ പഠിച്ചു പഠിച്ച, ഞങ്ങളെ പഠനങ്ങളൊക്കെ എളുപ്പമാക്കി തന്നെ പഠിച്ചു. മരിക്കുന്ന കാലം അത്രയും പഠിച്ചവനെ ഖുർആൻ നെഞ്ചിലേറ്റിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകി പഠിച്ചു. ഖുർആൻ്റെ അഹ്ലുകാരെ സാഹിബുൽ ഖുർആൻ, അഹ്ലുൽ ഖുർആൻ എന്നൊക്കെ നീ വിശേഷിപ്പിച്ച ആ ഒരു ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ പഠിച്ചവനെ. ഖുർആൻ്റെ പേരിൽ ഇനി ഒരുപാട് ആളുകളെ ഉയർത്തും, ഒരുപാട് ആളുകളെ താഴ്ത്തുമെന്ന് പറഞ്ഞത്, ആ താഴ്ത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല പഠിച്ചവനെ, ഉയർത്തുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണം. ഖുർആൻ കൊണ്ട് അഭിമാനിക്കുന്ന അന്തസ്സുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ പഠിച്ചവനെ. ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ പഠിച്ചവനെ. നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പഠിച്ചവനെ. നീ അല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല, നീ അല്ലാതെ ഞങ്ങൾക്ക് തുണയില്ല. നീ റഹീമല്ല, ഗഫൂറല്ല, വദൂദല്ല, റഹീമല്ല, റഹ്മാനല്ല, നീ ഖഹാറല്ല, ജബ്ബാറല്ല, നീ മുഹൈമിനല്ല, മുതക്കബ്ബിറല്ല പഠിച്ചവനെ. പഠിച്ചവൻ നീ അല്ലാഹു അക്ബർ, നീ ഏറ്റവും വലിയവനാണ് പഠിച്ചവൻ. നീ റഹീമാണ്, ഗഫൂറാണ്, വദൂദാണ് പഠിച്ചവൻ. ഇതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ പഠിച്ചു. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ മൗലാഹ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞതുപോലെ കേട്ടോ, ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാൻ വേണ്ടി വരും, മനസ്സിലായില്ലേ? വെറുതെ എല്ലായിടത്തും ഞാൻ ഇപ്പം വേങ്ങരുന്ന് ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നത് എന്തിനാ? നിങ്ങളെ കാണാൻ. എന്തിൻ്റെ പേരിൽ? വേറെ ഒന്നും ഒരു ഉദ്ദേശം എനിക്കില്ല. അപ്പം അതിന് എനിക്ക് കൂലിയിട്ടും പിന്നെ ആർക്കും കൂലിയിട്ടും അത് കേട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് കൂലിയിട്ടും, മനസ്സിലായില്ലേ? നല്ല അടിമകളായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ചെയ്യൂല എല്ലാവരും ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ നാൾക്ക് ഇനിയിപ്പം ഭൂമിയിൽ നിന്ന് കണ്ടിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് ഇവിടെ നിന്ന് കാണണം, സ്വർഗത്തുനിന്ന് കാണണം. ഈ വിളിക്കൂലേ, മുകളിൽ കയറി പോകാൻ വേണ്ടി വിളിക്കൂലേ സ്റ്റെപ്പിൻ്റെ അടുത്ത്? അപ്പോൾ ക്യൂല് നിങ്ങളൊക്കെ ഉണ്ടാണ്, ഞാനും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. മനസ്സിലായല്ലേ? ഒരാളും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. കയറി പോകുമ്പോൾ കൂട്ടത്തിൽ വരിയായിട്ട് നമുക്കിങ്ങനെ ഓതി 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 എവിടം വരെയാണ് നിർത്തുന്നത് അവിടെയാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിനോട് കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ.